മുഖ്തസർ 171 പേജ് 228. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമി ഇത്തിബിയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحرزين قصبات السبق في مضمار الفصاحة والبراءة. ثم الأمر قال السكاكي حقه الفور. ثم الأمر പിന്നെ അമ്ര കാല സക്കാക്കിയോ സക്കാക്കി എന്നവർ പറഞ്ഞു ഹക്കുഹു അമ്രിന്റെ ഹക്ക്, അമ്രിനോട് അനുയോജ്യമായ കാര്യം അൽ ഫൗറു ഫൗരിയത്താണ്, വേഗത കാണിക്കലാണ് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇദ്രിബ് എന്ന് പറഞ്ഞാൽ നീ അടിക്കുക, ആ അടി വേഗത്തിൽ നടപ്പിലാക്കണം എന്നതാണ് ഈ സീഗ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് സക്കാക്കി പറഞ്ഞത്. കാരണം ലിഅന്നഹുല്ലാഹിറു ആ ഫൗരിയത്താണ് അല്ലാഹിറു മിന ത്വലബി, ത്വലബിൽ നിന്നുള്ള ലാഹിർ അതാണ്. അതപ്പോൾ ഇഫ്അൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേഗത്തിൽ ചെയ്യുക എന്നാണ്. ഇദ്രിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ വേഗത്തിൽ അടിക്കുക എന്നാണ്, കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കുക എന്നല്ല കേട്ടോ. ഇതാണ് ലാഹിർ, അതാണ് ഇൻദൽ ഇത്ലാഖി. നിരുപാധികം പറയുന്ന സമയത്ത് വെറും അമ്രു മാത്രം പറഞ്ഞു, ഇഫ് അൽ അലി ഇദ്രിബ് ഇജ്ലിസ്, ഒരു കരീനത്തില്ലാതെ അലൽ ഇത്ലാഖ് പറയുമ്പോൾ അവിടെ മുറാദ് ഫൗരിയത്താണ് എന്നർത്ഥം. കമാഫിൽ ഇസ്തിഫ്ഹാമി ഇസ്തിഫ്ഹാമിൽ ഉള്ളതുപോലെ. ഇസ്തിഫ്ഹാമിൽ അങ്ങനെയാണല്ലോ, ഒരാളോട് ഒരു കാര്യം ചോദിച്ചാൽ സെയ്ദ് ഖായിമാണോ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ അതിന് മറുപടി കൊടുക്കലാണ് അതിന്റെ ശൈന്. ആ സെയ്ദ് ഖായിമാണ് എന്നോ അല്ലാന്നോ, ഹൽ സെയ്ദുൻ ഖായിമുൻ അല്ലെങ്കിൽ ഹൽ ഖാമ സെയ്ദുൻ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്താണ്? വേഗത്തിൽ ആവുക എന്നതാണ്. ചില നുസ്ഖകളില് കമാഫിൽ ഇസ്തിഫ്ഹാമി വൻ നിദാഇ എന്നുണ്ട്, നിദായിലുള്ളതുപോലെ. കാരണം എന്താണ്? അവിടെ തൽഖീസിൽ പറയുന്നുണ്ട്, ഖൗലുഹു കമാഫിൽ ഇസ്തിഫ്ഹാമി വൻ നിദാഇ. സുറൂഹു തൽഖീസ് 322 പേജിൽ ഫഇന്നഹു ലാ ഖഫാ ഇല്ല അന്നഹുമാ ഇസ്തിഫ്ഹാമും നിദാഉം. നിദാ ചില നുസ്ഖകളിലാണ് ഉള്ളത്, യഖ്തലിയാനിൽ ഫൗറ, അത് ഫൗറിനെ തേടും. ഫല്ലവ്വലു ഇസ്തിഫ്ഹാമു യഖ്തലി ഫൗരിയത്തൽ ജവാബി, ജവാബിന്റെ വേഗതയെ തേടുന്നുണ്ട്. അനിൽ മുസ്തഫ്ഹമി അൻഹു, മുസ്തഫ്ഹമു അൻഹുവിനെ തൊട്ട്. എന്തൊന്നിനെ തൊട്ടാണോ ആവശ്യപ്പെട്ടത് അതിനെക്കുറിച്ചുള്ള മറുപടി വേഗത്തിലാവലിനെ തേടുന്നുണ്ട്. സെയ്ദ് ഖായിമാണോ? ആ സെയ്ദ് ഖായിമാണ്. അതുപോലെ തന്നെ നിദാ യഖ്തലി ഫൗരിയത്ത ഇഖ്ബാലിൽ മുനാദ, മുനാദയുടെ ഇഖ്ബാല് മറുപടി വേഗത്തിലാവലിനെ തേടുന്നുണ്ട്. അപ്പോൾ ഇസ്തിഫ്ഹാമിലും നിദായിലും ഫൗരിയത്തിനെ ഇഖ്തിലാ ചെയ്യും പോലെ
അമ്രിലും ഫൗരിയത്തിനെ ഇഖ്തിലാവ് ചെയ്യും. അപ്പോൾ ആ ഫൗരിയത്തിലെ ഇസ്തിഫ്ഹാമിലും നിദായിലും ഇഖ്തിലാവ് ചെയ്യുന്നത് ത്വലബിയ്യത്താണ്. ആ ത്വലബിയ്യത്ത് അമ്രിലും ഉള്ളതുകൊണ്ട് ഇതും എന്താണ്, ഫൗറാവലാണ് അതിന്റെ ഹക്ക്. അതൊരു കാരണം ആണ് പറഞ്ഞത്. ത്വലബിൽ നിന്നുള്ള ലാഹിർ അതാണ്. ലാഹിർ അതാണെന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് അപ്പോൾ ചെയ്യണം എന്നാണ് അതിന്റെ മഅന എന്നാണ് ഇപ്പോൾ മുസന്നിഫ് ഇവിടെ സ്ഥാപിക്കുന്നത്. മാത്രമല്ല രണ്ടാമത്തൊരു ഇല്ലത്ത് പറയുന്നു, വലിതബാദുരിൽ ഫഹ്മി ഫഹ്മു ഉളരിയതിനു വേണ്ടിയും, അതായത് ഓരോരുത്തരുടെയും ഗ്രഹണശക്തി വേഗത കാണിച്ചതിന് വേണ്ടിയും, ഇൻദൽ അംരി ബിശൈഇൻ ഒരു ശൈഅ് കൊണ്ട് അംർ ചെയ്യുന്ന സമയത്ത്, ബഅദൽ അംരി ബിഖിലാഫിഹി ആ ശൈഇന്റെ ഖിലാഫ് കൊണ്ടുള്ള അംറിന്റെ ശേഷം മറ്റൊരു ശൈഅ് കൊണ്ട് അംർ ചെയ്ത സമയത്ത് ഫഹ്മു ഉളരിയതിനു വേണ്ടിയും, എന്തിലേക്ക് ഉളരി, ഇലാ തഗ്യീരിൽ അംരിൽ അവ്വലി ഒന്നാമത്തെ അംറിനെ മാറ്റലിലേക്ക്, അതിനെ പകർച്ചയാക്കലിലേക്ക് ഫഹ്മു ഉളരിയതിനു വേണ്ടിയും. എന്ന് പറഞ്ഞാൽ ഒരാള് ആദ്യം ഒരു അംറ് ചെയ്തു, ആ അംറിന് വഴിപ്പെടുന്നതിന് മുമ്പായി തന്നെ ഈ മുത്തക്കല്ലിമ് തന്നെ മറ്റൊരു അംറ് ചെയ്താൽ ഒന്നാമത്തെ അംറ് അവിടെ നസ്ഖ് ചെയ്തിട്ടുണ്ട്, അതിന് തഗ്യീർ വന്നിട്ടുണ്ട് എന്ന് ഈ കലാമ് അറിയിക്കും. അതിലേക്കാണ് ഫഹ്മു ഉളരുന്നത്. അത് രണ്ടാമത്തെ കാരണമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, വലിതബാദുരിൽ ഫഹ്മി ഇൻദൽ അംരി ബിശൈഇൻ ബഅദൽ അംരി ബിഖിലാഫിഹി ഒരു ശൈഅ് കൊണ്ട് അംർ ചെയ്യുന്ന സമയത്ത് ഫഹ്മ് ഉളരിയതിനു വേണ്ടിയും, ബഅദൽ അംരി ബിഖിലാഫിഹി ആ ശൈഇന്റെ ഖിലാഫ് കൊണ്ട് അംർ ചെയ്തതിന്റെ ശേഷം ഒരു ശൈഅ് കൊണ്ട് അംർ ചെയ്യുന്ന സമയത്ത് ഫഹ്മു ഉളരിയതിനു വേണ്ടിയും, ഇലാ തഗ്യീരിൽ അംരിൽ അവ്വലി ഒന്നാമത്തെ അംറിന്റെ തഗ്യീറിലേക്ക്, അതിനെ മാറ്റുന്നതിലേക്ക്, അതിനെ പകർച്ചയാക്കലിലേക്ക് ഫഹ്മു ഉളരിയതിനു വേണ്ടിയും, എന്തല്ലാതെ, എന്തിനെ കൂടാതെ, ദൂനൽ ജംഇ ബൈനൽ അംറൈനി രണ്ട് അംറിന്റെ ഇടയിൽ ജംഇ ചെയ്യൽ കൂടാതെ, ഒന്നാമത്തതിനെ പകർച്ചയാക്കലിലേക്ക് ഫഹ്മു ഉളരിയതിനു വേണ്ടിയും, വഇറാദത്തി തറാഹി രണ്ടാൾ ഒന്നിനെ പിന്തിക്കലിനെ ഉദ്ദേശിക്കൽ കൂടാതെയും. രണ്ടാൾ ഒന്നിനെ പിന്തിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് അംറാണ് ഇപ്പം ഇവിടെ നിലവിലുള്ളത്. ഈ രണ്ടംറിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്റെ ശേഷം, ഈ തറാഹി എന്ന് പറഞ്ഞാൽ ജംഅ് ചെയ്യുമ്പോൾ ലാസിമാവുന്ന കാര്യമാണ് തറാഹി. അതായത് കും എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും കൂടിയും ജംഅ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒന്നിരിക്കൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുക. കാരണം കും എന്ന് പറഞ്ഞിട്ട് ഈ മുഖാത്തബ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ എന്ന് പറഞ്ഞു, ഇജ്ലിസ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുഖാത്തബൂടെ നിൽക്കുന്നതിന് മുമ്പ് തന്നെ മുത്തക്കല്ലിമ് ഇജ്ലിസ് എന്ന് പറഞ്ഞു. അവർ ഖിയാമും ഒരു ജുലൂസും ഉണ്ട് ഇവിടെ. കും ഇജ്ലിസ്. ഇവിടെ ഫഹ്മ് എന്താണ് മനസ്സിലാക്കുന്നത്, ഗ്രഹണശക്തി എന്താണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കും എന്ന അംറ് മൻസൂഖായി, അതിനെ തഗ്യീറാക്കി ഇജ്ലിസ് എന്ന അംറേ നിലവിലുള്ളൂ എന്നാണ്. അപ്പോൾ ഒന്നാമത്തത് തഗ്യീറായതിന്റെ കാരണം അത് ഫൗരിയത്തായതുകൊണ്ടാണ്. ഫൗരിയത്ത് അവിടെ ഇല്ലെങ്കിൽ തഗ്യീറാക്കലിലേക്ക് ആവശ്യമില്ല. കും നിക്ക് ഇരിക്ക് എന്ന് പറയുമ്പോൾ
ഇവിടെ ഫഹ്മ് മനസ്സിലാക്കുന്നത്, ഫഹ്മ് ഗ്രഹിക്കുന്നത് എന്താണ്? ഗ്രഹണശക്തിയുടെ തീരുമാനം എന്താണ്? നിക്കലിനെ ഒഴിവാക്കിയിട്ട് ഇരിക്കാനാണ് പറഞ്ഞത് എന്നാണ്. ഇവിടെ ജമ്മ് ചെയ്യലിനെ ആരും ഉദ്ദേശിക്കുന്നില്ല, ഈ മുത്തക്കല്ലിമ് ഉദ്ദേശിക്കുന്നില്ല. കാരണം ജമ്മ് ചെയ്യുമ്പോൾ ഒന്നിനെ പിന്തിക്കേണ്ടി വരും. ജമ്മ് ചെയ്യുന്നതിനാൽ ലാസിമാണ് തറാഹി. അതാണ് ഇറാദത്തി തറാഹി, തറാഹിയെ ഉദ്ദേശിക്കൽ കൂടാതെയും. കാരണം നിക്കലും ഇരിക്കലും ഒപ്പം കഴിയൂലല്ലോ. അപ്പോൾ ഒന്നിരിക്കൽ നിന്നിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ നിന്നിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഇരുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഒന്നിന്റെ ഏതായാലും തറാഹിയുണ്ട്. ആ തറാഹിയെ ഉദ്ദേശിക്കൽ കൂടാതെയും ജംഇനെ കൂടാതെയും എന്താണ് പിന്നെ അവിടെ ഫഹ്മു ഉളരുന്നത്? ഒന്നാമത്തെ അമ്രിന്റെ തഗ്യീറിലേക്കാണ് ഉളരുന്നത്. എന്നല്ലാതെ രണ്ട് അമ്രും അവിടെ മുറാദുണ്ട് എന്നോ തറാഹി ഉണ്ട് എന്നോ അവിടെ ഫഹ്മ് അതിലേക്ക് തബാദുറാകുന്നില്ല. ഫഹ്മിന്റെ തബാദുർ ഒന്നാമത്തേന് തഗ്യീർ വന്നിട്ടുണ്ട് എന്നതാണ് കാരണം. ഫഇന്നൽ മൗല, ഒരു സയ്യിദ്, ഒരു നേതാവ്, ഇദാ ഖാല, ആ നേതാവ് പറഞ്ഞാൽ, ലി അബ്ദിഹി, അദ്ദേഹത്തിന്റെ അബ്ദിനോട് പറഞ്ഞു, ഖും, നീ നിക്ക് എന്ന് പറഞ്ഞു. സുമ്മ ഖാല, പിന്നെ ഈ മൗല പറഞ്ഞാൽ, ലഹു, ഈ അബ്ദിനോട്, ഖബ്ല അൻ യഖൂമ, അബ്ദ് നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൽതജി, കിടക്ക് എന്ന് പറഞ്ഞു. ഹത്തൽ മസായി, വൈകുന്നേരം വരെ കിടക്ക് എന്ന് പറഞ്ഞു. ഈ വൈകുന്നേരം വരെ എന്ന് പറയുമ്പോൾ അത് ഖായത്താണ്. അപ്പൊ കിടക്കണമെങ്കിൽ വൈകുന്നേരം വരെയാണ് ടൈം, അതിന് തുടക്കം വേണം. ആ തുടക്കം ഏതാണ്? ഇൽതജി പറഞ്ഞ ഉടനെയാണ്. ഈ പറഞ്ഞ വാക്കിൽ നിന്ന് യതബാദറുൽ ഫഹ്മു, ഫഹ്മ് വേഗത കാണിക്കും. ഇല അന്നഹു, ഈ മൗല, ഗയ്യറൽ അംറ ബിൽ ഖിയാമി, ഖിയാമ് കൊണ്ടുള്ള അമ്രിനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്തിലേക്ക്? ഇലൽ അംരി ബിൽ ഇൽത്തിജാഇ, ഇൽത്തിജാഉ കൊണ്ടുള്ള അമ്രിലേക്ക്, ഖിയാമ് കൊണ്ടുള്ള അമ്രിനെ മാറ്റം വരുത്തിയിട്ടുണ്ട്, പകർച്ചയാക്കിയിട്ടുണ്ട് എന്ന് ഫഹ്മ് മനസ്സിലാക്കും. ഏത് സ്ഥിതിയിൽ? വലം യുരിദിൽ ജംഅ, ഈ മൗല ഉദ്ദേശിച്ചിട്ടില്ല, ബൈനൽ ഖിയാമി വൽ ഇൽതിജാഇ, ഖിയാമ് ഇൽതിജാഇന്റെ ഇടാനെ ജമ്മ് ചെയ്യലിനെ ഉദ്ദേശിച്ചിട്ടില്ല. ജമ്മ് ചെയ്യലെങ്ങനെ? ഒന്നിരിക്കൽ നിന്നിട്ട് കിടക്കുക, അല്ലെങ്കിൽ കിടന്നിട്ട് നിൽക്കുക. മാ തറാഹി അഹദിഹിമ, ആ ജമ്മ് ചെയ്യുമ്പോഴാണ് രണ്ടാളൊന്ന് പിന്തല്. മാ തറാഹി അഹദിഹിമ, രണ്ടാളൊന്ന് പിന്തലോടുകൂടെ ഇൽതിജാഇ ഖിയാമിന്റെ ഇടയിൽ ജമ്മിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഫഹ്മിന്റെ വേഗത. അതുകൊണ്ട് ഇവിടെ എന്ത് മനസ്സിലായി? എല്ലാ അമ്രും ഫൗരിയത്തിനാണ്. അപ്പൊ ഈ ഉദാഹരണത്തിൽ ഖും എന്ന് പറഞ്ഞിട്ട് ഇൽതജി ഹത്തൽ മസായി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഹത്തൽ മസായി എന്ന് പറയുമ്പോൾ വൈകുന്നേരം വരെ കിടക്ക് എന്ന് പറയുമ്പോൾ ഇൽതിജാഇനൊരു തുടക്കം വേണം. ആ തുടക്കം എന്താണ്? ഇൽതജി പറഞ്ഞ ഉടനെയാണ്. അപ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞ അമ്ര് ഇവിടെ അതിന് തഗ്യീർ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഫഹ്മിന്റെ വേഗത അങ്ങനെ ആയതുകൊണ്ട് എല്ലാ അമ്രും ഫൗരിയത്തിനാണ് എന്നാണ് സക്കാക്കി എന്നവർ പറയുന്നത് കേട്ടോ. ഇവിടെ ജമ്മുൽ ജവാമി 385 മസ്അലത്തുൻ അൽ-അംറു ലി തലബിൽ മാഹിയത്തി ലാ ലിത്തക്റാരി വലാ മർറത്തിൻ വൽ മർറത്തു ളറൂറിയത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്ര് ഫൗരിയത്തിലേക്കല്ല. എന്നിട്ട് 387 പേജിൽ ജമ്മുൽ ജവാമി 1-ാം ജുസ്
ജംഅ് 1 385 മസ്അലത്തുൻ അൽ അംറുലി തലബിൽ മാഹിയത്തി, മാഹിയത്തിനെ തലബ് ചെയ്യാനാണെന്ന. അതായത് ഇദ്രിബ് എന്ന് പറഞ്ഞാൽ ഒരു അടി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അവിടെ മരിക്കുന്നതിന്റെ മുമ്പ് എന്തുണ്ടായാൽ മതി? ഒരു അടി ഉണ്ടായാൽ മതി. ലാലി തക്രാറി, തക്രാറിനല്ല, എന്നുവെച്ചാൽ അടിച്ചുകൊണ്ടേ നിൽക്കണ്ട, പിന്നെയും അടിക്കാം പിന്നെ അടിക്കാം, ഒരു അടി, അടി എന്ന മാഹിയത്തുണ്ടാവണം. വല മറത്തി, പക്ഷെ വൽ മറത്തു ലറൂറിയത്തുൻ. എന്നിട്ട് 387 പേജിൽ ജമ്മു 1 ജുസിയിൽ പറഞ്ഞു വലാലി ഫൗരിൻ, ഫൗറിനും അല്ല ഖിലാഫല്ലി കൗമിൻ, ഒരു കൗമിനെതിര്. ആ കൗമിൽപ്പെട്ടതാണ് സക്കാക്കി. ഖിലാഫല്ലി കൗമിൻ, ജമ്മു 1 ജുസ് 387 പേജിൽ കാണാം. വലാലി ഫൗരിൻ, അമ്ര ഫൗറിനിക്ക് അല്ല. ഖിലാഫല്ലി കൗമിൻ, ഒരു കൗമിനെതിര് ഫീ ഖൗലിഹിം ഇന്നൽ അമ്ര ലിൽ ഫൗരി, അമ്ര ഫൗറിനിക്കാണ് എന്ന് ആ കൗമ പറഞ്ഞു. ആ കൗമിൽപ്പെട്ടതാണ് ആര്? നമ്മുടെ സക്കാക്കി എന്നവർ. അപ്പോ അങ്ങനെയാണ്. ഓ ഫീഹി നളറുൻ, സക്കാക്കി ഈ പറഞ്ഞതിൽ നളറുണ്ട്. അന്നാ ലാ നുസല്ലിമു, നമ്മൾ സമ്മതിക്കൂല ദാലിക്ക, ലാഹിർ ഫൗറാണ് എന്നതും, പിന്നെ ഒരു അമ്ര കൊണ്ട്, ഒരു കാര്യം കൊണ്ട് അമ്ര ചെയ്തതിന് ശേഷം മറ്റൊരു കാര്യം കൊണ്ട് അമ്ര ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ അമ്രിന് തഗ്യീർ സംഭവിച്ചു എന്നാണ് ഫഹ്മിന്റെ തബാദുർ എന്ന് പറഞ്ഞ ഈ 2 കാര്യം, ഈ 2 ദലീലുണ്ടല്ലോ, ആ 2 കാര്യത്തിലും സക്കാക്കി പറഞ്ഞത് നമ്മൾ സമ്മതിക്കൂല. 2 ദലീലാണ് പറഞ്ഞത്. അന്നഹുൽ ലാഹിറു എന്ന് പറഞ്ഞു. വലി തബാദുരിൽ ഫഹ്മി, ഫൗറാണ് ഹക്ക് എന്നതിന് ആദ്യം പറഞ്ഞ ഇല്ലത്തെന്താണ്? അന്നഹുൽ ലാഹിറു മിനത്ത് തലബി ഇൻദൽ ഇത്ലാഖ്, ആ ഇല്ലത്തും സമ്മതിക്കൂല. പിന്നെ വലി തബാദുരിൽ ഫഹ്മി ഇൻദൽ അംരി ബിശൈഇൻ ബഅദൽ അംരി ബിഖിലാഫിഹി ഇലാ തഗ്യീരിൽ അവ്വലി ദൂനൽ ജംഇ, പിന്നെ വഇറാദത്തി തറാഹി എന്ന് പറഞ്ഞ ഇല്ലത്തും, ഈ 2 ഇല്ലത്താണ് സക്കാക്കി പറഞ്ഞത്. അപ്പോ സക്കാക്കി പറഞ്ഞതിൽ നെളറുണ്ട്. കാരണം ഈ അന്നാ നമ്മൾ നാനുസല്ലിമു ദാലിക, സക്കാക്കി പറഞ്ഞതിനെ സമ്മതിക്കൂല. ഇന്ദ ഖുലുവിൽ മഖാമി അനിൽ ഖറായിനി, മഖാമ് കരീനത്തുകളെ തൊട്ട് ഖാലിയാവുന്ന സമയത്ത് നമ്മൾ സമ്മതിക്കൂല. കരീനത്തുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സമ്മതിക്കും. ഫൗരിയത്തിനാണെന്ന് കരീനത്തുണ്ടാവുമ്പോൾ അത് സമ്മതിക്കും. ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഇൽത്തിജാ ഫൗരിയത്തിനെ ലാസിമാക്കും എന്നതിന് കരീനത്തുണ്ട്. ഹത്തൽ മസായി എന്നുള്ളതൊരു കരീനത്താണ്. അതുകൊണ്ട് വൈകുന്നേരം വരെ കിടക്ക് കും എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഇൽത്തിജ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൽത്തിജായിന് ഫൗരിയത്തുണ്ട് എന്ന് ഹത്തൽ മസായി എന്ന കരീനത്തുകൊണ്ടാണ് മനസ്സിലായത്. കാരണം വൈകുന്നേരം വരെ കിടക്കണം എന്ന് പറയുമ്പോൾ എപ്പോൾ മുതൽ കിടക്കണം? അത് പിന്നെ ന്യായമായിട്ട് പറയാറുള്ളത് മുത്തക്കല്ലിമ് ഇൽത്തിജ എന്ന് പറഞ്ഞോടെ മുതലാണ്. അവിടെ മുതൽ കിടക്കണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തതിന് തഗ്യീർ സംഭവിച്ചു എന്നും മനസ്സിലാക്കാം. അപ്പോൾ ഈ ഉദാഹരണത്തിൽ ഒന്നാമത്തതിന് തഗ്യീർ സംഭവിച്ചു എന്നതും ഇൽത്തിജാ ഫൗരിയത്തിൽ ആവണം എന്നതും കരീനത്തുള്ളത് കൊണ്ടാണ് ഇവിടെ ഫൗരിയത്ത് വന്നതും തഗ്യീർ സംഭവിച്ചതും. എല്ലാ അമ്രിലും അത് സമ്മതിക്കുകയില്ല. അതാണ് മുസന്നിഫ് പറഞ്ഞത്. പിന്നെ വമിൻഹ ഐ മിൻ അൻവാഇ തലബി, തലബിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് എന്ത്? അന്നഹിയു, നഹിയ്. വഹുവ, നഹിയ് എന്ന് പറഞ്ഞാൽ തലബുൽ കഫി അനിൽ ഫിഇലി ഇസ്തിഇലാഅൻ, ഒരു ഫിഇലിനെ തൊട്ട് കഫിനെ തലബ് ചെയ്യലാണ്. ഒരു ഫീലിനെ തൊട്ടുള്ള കഫ് തടയലിനെ തലബ് ചെയ്യുക. ഇസ്തിഇലാഅൻ, ഉയർച്ചയെ നടിച്ചവനായ നിലയിൽ.
അപ്പോൾ അമ്രിന് മുമ്പ് പറഞ്ഞ മാനുണ്ടല്ലോ. എന്നാ അമ്രിന് മുമ്പ് പറഞ്ഞ മാന തൈരീഫ് തലബു ഫിഇലിൻ ഗൈരി കഫിൻ അലാ ജിഹത്തിൽ ഇസ്തിഇലായിന. ഇസ്തിഇലായിന്റെ ജിഹത്തിൽ കഫല്ലാത്തൊരു ഫീലിനെ തലബ് ചെയ്യലാണ്. നെഹി ഇവിടെ പറഞ്ഞ തൈരീഫ് തലബുൽ കഫി അനിൽ ഫീലി ഇസ്തിഇലാഅൻ. അംറിന്റെ തൈരീഫ് ഇവിടെ ഓർമ്മ വേണം. അപ്പോൾ ഒമിന്ന അതിൽപ്പെട്ടതാണ് ഐ ഒമിൻ അൻവായി തൊലബി തൊലബിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് അന്നഹിയു നെഹിയാകുന്നത്. വഹുവ നെഹി എന്ന് പറഞ്ഞാൽ തലബുൽ കഫി അനിൽ ഫീലി ഇസ്തിഇലാഅൻ. ഇസ്തിഇലായ നിലയിൽ ഒരു ഫീലിനെ തൊട്ട് കഫിനെ തലബ് ചെയ്യുക. ലാ തദ്രിബ് നീ അടിക്കല്ലേ. അടി എന്ന ഫീലിനെ തടയുക എന്നതാണ് ലാ തദ്രിബ് കൊണ്ടുള്ള ഉദ്ദേശം കേട്ടോ. ലാ തശ്റബ് നീ കുടിക്കല്ലേ. സുറുബ് എന്ന ആ ഫീലിനെ തടയുക, അതാണ് നെഹി. വലഹു ഈ നെഹിയിന് ഉണ്ട് ഹർഫുൻ വാഹിദുൻ ഒരു ഹർഫുണ്ട്. വഹുവ ആ ഒരു ഹർഫ് ലൽ ജാസിമത്തു ജസ്മ് ചെയ്യുന്ന ലാ ആണ്. ഫീ നഹ്വി ലാ തഫ്അൽ ലാ തഫ്അൽ പോലത്തതിലുള്ള ജാസിമത്തായ ലാ എന്ന കലിമത്താണ്. വഹുവ ഈ നെഹിയ് കൽ അംരി അംറു പോലെയാണ് ഫിൽ ഇസ്തിഇലാഇൽ. അപ്പോ ഉയർച്ചയെ നടിച്ചവനായ നിലയിൽ നെഹി ഒരാള് തലബുൽ കഫ് ഒരാളിൽ നിന്ന് ഉണ്ടായാലാണ് അത് നെഹിയായി അംഗീകരിക്കുന്നത്. അന്നഹു ആ ഇസ്തിഇലാ ആണ് അൽ മുതബാദിറു ഇലൽ ഫഹ്മി ഫഹ്മിലേക്ക് ഉളരി വരുന്നത്. വഖദ് യുസ്തഅമലു ചിലപ്പോൾ നെഹിയെ ഇസ്തിഇമാൽ ചെയ്യപ്പെടും ഫീ ഗൈരി തലബിൽ കഫി അനിൽ ഫീലി ഒരു ഫീലിനെ തൊട്ടുള്ള കഫിന്റെ തലബ് അല്ലാത്തതിൽ, അതായത് തലബുൽ കഫ് അനിൽ ഫീല് അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും. നേരത്തെ അങ്ങനെയുള്ള നെഹീന്റെ തൈരീഫ് പറഞ്ഞത് ഓഹുവ തലബുൽ കഫി അനിൽ ഫീലി അല്ലെ. അന്നഹിയു നെഹിയാകുന്നത് ഓഹുവ തലബുൽ കഫി അനിൽ ഫീലി ഒരു ഫീലിനെ തൊട്ടുള്ള കഫിനെ തലബ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞല്ലോ, ലാ തദ്രിബു എന്ന് പറഞ്ഞാൽ ലർബ് എന്ന ഫീലിനെ തടയലിനെ തേടുക. ആ തലബുൽ കഫ് അല്ലാത്തതിൽ തലബുൽ കഫ് അനിൽ ഫീലി മിനൽ ഫീലി അനിൽ ഫീലി അല്ലെ. വഖദ് യുസ്തഅമലു ചിലപ്പോൾ നെഹിയെ ഇസ്തിഇമാൽ ചെയ്യപ്പെടും ഫീ ഗൈരി തലബിൽ കഫി അനിൽ ഫീലി തലബുൽ കഫ് അനിൽ ഫീലി അല്ലാത്തതിൽ. കമാ ഹുവ ഈ തലബുൽ കഫ് അനിൽ ഫീല് ഹുവ മദ്ഹബുൽ ബഅലി ബഅലിന്റെ മദ്ഹബാണ്. അപ്പൊ ബഅലിന്റെ മദ്ഹബ് എന്താണ്? നെഹി എന്ന് പറഞ്ഞാൽ തലബുൽ കഫ് അനിൽ ഫീലാണ് ബഅലിന്റെ മദ്ഹബ്. അത് അല്ലാത്തതിൽ ആ മദ്ഹബാണ് നേരത്തെ ഷാരിഹ് പറഞ്ഞതും അന്നഹിയു വഹുവ തലബുൽ കഫി അനിൽ ഫീലി ഇസ്തിഇലാഅൻ ഔ തലബി തർക്കി അല്ലെങ്കിൽ തലബു തെർക്ക് തെർക്കിനെ തലബ് ചെയ്യുന്നത് അല്ലാത്തതിൽ. കമാഹുവ മദ്ഹബുൽ ബഅലി ആ തലബു തെർക്കായതുപോലെ ബഅലിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ നെഹിയുടെ നിർവചനത്തിൽ ഇഖ്തിലാഫുണ്ട്. ഒരു വിഭാഗം പറയുന്നത് തലബുൽ കഫ് അനിൽ ഫീലി ഇസ്തിഇലാഅൻ എന്നാണ്. ഇസ്തിഇലാഅൻ രണ്ട് വിഭാഗത്തിനുമുണ്ട്. ഖിലാഫുള്ളത് ഇവിടെയാണ്. തലബുൽ കഫ് അനിൽ ഫീല് ഒരു വിഭാഗം, അതാണ് ഷാരിഹ് പറഞ്ഞ തൈരീഫ്. മറ്റൊരു വിഭാഗം പറയുന്നത് തലബു തെർക്ക് തെർക്കിനെ തലബ് ചെയ്യലുന്ന മറ്റൊരു മദ്ഹബ്. അപ്പോൾ അതനുസരിച്ച് തലബു തെർക്ക് അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും എന്നായി. അതാണ് വഖദ് യുസ്തഅമലു നെഹിയെ ഇസ്തിമാൽ ചെയ്യപ്പെടും ഫീ ഗൈരി തലബിൽ കഫി അനിൽ ഫീലി തലബുൽ കഫ് അനിൽ ഫീല് അല്ലാത്തതിൽ. കമാ ഹുവ നെഹി എന്ന് പറഞ്ഞാൽ തലബുൽ കഫ് അനിൽ ഫീലായതുപോലെ
കമാഹുവ ആ തലബുൽ കഫ് അനിൽ ഫീലായതുപോലെ മദ്ഹബുൽ ബഅലി ബഅലിന്റെ മദ്ഹബ് അതായതുപോലെ ഔ തലബി തർക്കി അല്ലെങ്കിൽ തലബു തർക്ക് അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും തർക്കിനെ തലബ് ചെയ്യൽ അല്ലാത്തതിൽ കമാഹുവ ആ തലബു തർക്കായതുപോലെ എന്ത് മദ്ഹബുൽ ബഅലി ബഅലിന്റെ മദ്ഹബ്. അപ്പോൾ നഹിയുടെ നിർവചനത്തിൽ ഖിലാഫുണ്ട് എന്നർത്ഥം, ഇഖ്തിലാഫുണ്ട്. ഒരു വിഭാഗം പറയുന്നത് നഹി എന്ന് പറഞ്ഞാൽ തലബുൽ കഫ് അനിൽ ഫീലി ഇസ്തിലാഅനാണ്, മറ്റൊരു വിഭാഗം തലബു തർക്ക് ഇസ്തിലാഅൻ എന്നുമാണ്. അപ്പോൾ അത് അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും എന്നർത്ഥം. തഹ്ദീദി അല്ലാത്തത് ഏതുപോലെ തഹ്ദീദ് പോലെ. ഇവിടെ തലബുൽ കഫ് അനിൽ ഫീലി ഇസ്തിലാഅൻ തലബു തർക്ക് ഇസ്തിലാഅൻ ഇസ്തിലാഅൻ എന്നുള്ളതാണ് ഫഹ്മിന്റെ വേഗത, അതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാകുമ്പോൾ ലാ തദ്രിബ് അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്തായി അർത്ഥം? അടി എന്ന ഫീലിനെ തൊട്ട് തടയലിനെ തേടലാണ്. തലബു തർക്കാവുമ്പോഴോ ലാ തദ്രിബ് അടിയെ ഒഴിവാക്കലിനെ തേടലാണ് എന്നാണിപ്പോ ഇത് മനസ്സിലാകുന്നത്. അവിടെ ചർച്ചകൾ വരേണ്ട സ്ഥലമാണ്. ഏതായാലും ആവട്ടെ, ഒരു വിഭാഗത്തെടുക്കൽ നഹി എന്ന് പറഞ്ഞാൽ തലബുൽ കഫ് അനിൽ ഫീലാണ്. അപ്പോൾ അതല്ലാത്തതിൽ നഹിയെ ഇസ്തിമാൽ ചെയ്യപ്പെടും. മറ്റൊരു വിഭാഗത്തിനേക്കാൾ തലബു തെറുക്കാണ്. അപ്പോൾ തലബു തെറുക്ക് അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും. അത് ഏതുപോലെ? തഹ്ദീദി തഹ്ദീദ് പോലെ, പേടിപ്പിക്കൽ പോലെ. കൗലിക്കാൻ നിന്റെ വാക്കുപോലെ ലി അബ്ദിൻ ഒരു അബ്ദിനോട് പറയാം. എങ്ങനത്തെ അബ്ദാണ്? ലാ യംതസിലു ആ അബ്ദ് വഴിപ്പെടുന്നില്ല, അമ്രക്ക നിന്റെ അമ്രിന് വഴിപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു അടിമയോട് നീ പറയും പോലെ ലാ തംതസിൽ അംരി എന്റെ കൽപ്പനയ്ക്ക് നീ വഴിപ്പെടണ്ട എന്ന് പറഞ്ഞാൽ വഴിപ്പെടരുത് എന്ന് തലബുൽ കഫ് അനിൽ ഫീല് അവിടെ മുറാദില്ല, അല്ലെങ്കിൽ തലബു തൊറുക്ക് അവിടെ മുറാദില്ല. തലബു തൊറുക്ക് അനിൽ ഫീലും അവിടെ മുറാദില്ല, തലബുൽ കഫ് അനിൽ ഫീലും അവിടെ മുറാദില്ല. ഒരു കൂട്ടരെടുക്കൽ നഹി എന്ന് പറഞ്ഞാൽ തലബുൽ കഫ് അനിൽ ഫീലാണ്, മറ്റേ കൂട്ടരെടുക്കൽ തലബു തെറുക്ക് ആണല്ലോ. അപ്പൊ തലബു തെറുക്കും അവിടെ മുറാദില്ല. തലബു തെറുക്കാവുമ്പോ എന്താ? തംതസിൽ നീ വഴിപ്പെടണ്ട. ഇംതിസാലിനെ ഒഴിവാക്കലിനെ തേടുന്നില്ല അവിടെ. തലബു തെറുക്കാവുമ്പോ എന്താവും? ലാ തംതസിൽ നീ വഴിപ്പെടണ്ട. ഇംതിസാലിനെ ഒഴിവാക്കലിനെ ഇവിടെ തലബ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇംതിസാലിൽ നിന്ന് വിട്ടുനിൽക്കലിനെ, കഫ് എന്ന് പറഞ്ഞാൽ വിട്ടുനിൽക്കുക, അതിനെയും തലബ് ചെയ്യുന്നുണ്ടോ? അതുമില്ല. പിന്നെന്താണ്? വഴിപ്പെടാത്ത അബ്ദിനെ പേടിപ്പിക്കലാണ് അവിടെ. വഴിപ്പെടാത്തതിനെപ്പറ്റി പേടിപ്പിക്കലാണ്. കൗലിക്ക ലി അബ്ദിൻ ഒരു അബ്ദിനോട്. എങ്ങനത്തെ അബ്ദാണ്? ലാ യംതസിലു അംറക്ക നിന്റെ അമ്രിന് അവൻ വഴിപ്പെടുന്നില്ല. അങ്ങനത്തെ അബ്ദിനോട് പറയുക ലാ തംതസിൽ അംരി എന്റെ കൽപ്പനയ്ക്ക് നീ വഴിപ്പെടണ്ട എന്ന് പറയും പോലെ കേട്ടോ. എന്റെ കൽപ്പനയ്ക്ക് നീ വഴിപ്പെടണ്ട. അപ്പൊ ലാ തംതസിൽ അംരി എന്ന് ഒരു അബ്ദിനോട് ഒരു സയ്യിദ് പറയുമ്പോൾ അവിടെ ഇംതിസാലിൽ നിന്ന് വിട്ടുനിൽക്കലിനെ തലബ് ചെയ്യലും അല്ല, അതല്ലെങ്കിൽ മറ്റേ മദ്ഹബ് പ്രകാരം ഇംതിസാലിനെ തെർക്ക് ചെയ്യലിനെ തലബ് ചെയ്യലുമല്ല. പിന്നെന്താണ്? ഇംതിസാല് ഇല്ലാത്തതിനെപ്പറ്റി അവിടെ പേടിപ്പിക്കലാണ് അവിടെ മുറാദ്. എന്ന് മനസ്സിലാക്കണം. കാരണം അബ്ദിൽ നിന്നുള്ള മത്ലൂബ് ഇംതിസാലാണല്ലോ, വഴിപ്പെടലാണല്ലോ അമ്രിൽ നിന്ന് സയ്യിദിന്റെ ഷൈന് എന്നല്ലാതെ വഴിപ്പെടരുത് എന്നല്ല. ഒരു സയ്യിദ് അബ്ദിനോട് വഴിപ്പെടണ്ട എന്നല്ല പറയുന്നത്, വഴിപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ വഴിപ്പെടാത്ത
അബ്ദിനോട് ലാ തംസസിൽ അംരി എന്ന് പറഞ്ഞാൽ വഴിപ്പെടണ്ട എന്നല്ല, വഴിപ്പെടാത്തതിനെപ്പറ്റി അവിടെ അവനെ ഒരു ഭയപ്പെടുത്തലാണ്, പേടിപ്പിക്കലാണ്. അപ്പോൾ നെഹിയെ തഅദീദിൽ അംറ് ഇസ്തിമാല് ചെയ്തല്ലോ, അതിന് അലാക്കത്ത് വേണം. അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അലാക്കത്ത് ഏതൊരു കാര്യവും വിരോധിക്കുമ്പോൾ അതിന്റെ എതിര് ചെയ്യലിനെ പേടിപ്പിക്കലുണ്ടാകും. ഉദാഹരണം പറയാ, ലാ തശ്റബ് ഖംറ, നീ കള്ള് കുടിക്കരുത്. അപ്പോ കള്ളു കുടിച്ചാൽ തഹ്വീഫ് ഉണ്ടാകും. അത് കാരണമായിട്ടാണ് ലാ തശ്റബ് എന്ന് പറയുന്നത്. അപ്പോൾ തഹ്ദീദ് സബബാണ്, നഹി മുസബ്ബബാണ്. അപ്പോൾ മുസബ്ബബിനെ സബബിൽ ഇസ്തിമാൽ ചെയ്തു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു വിഷയമാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മുഖ്തസറിൽ അംറിന്റെ നിർവചനം പറഞ്ഞത് തലബു ഫിഇലിൻ ഗൈരി കഫിൻ അലാ ജിഹത്തിൽ ഇസ്തിഇലാഇ. തലബു ഫിഇലിൻ ഗൈരി കഫിൻ അലാ ജിഹത്തിൽ ഇസ്തിഇലാഇ, പേജ് 225. ജമ്മുൽ ജവാമിഇൽ അംറിന്റെ തഅരീഫ് പറഞ്ഞത് 1-ാം ജുസ് 374. ഇഖ്തിലാഉ ഫിഇലിൻ ഗൈരി കഫിൻ മദ്ലൂലിൻ അലൈഹി ബിഗൈരി കുഫ എന്നാണ്. ഈ രണ്ട് നിർവചനവും വ്യത്യാസമുണ്ടോ ഇല്ലേ, അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇനി നഹിന്റെ തഅരീഫ് മുഖ്തസറിൽ 229-ാം പേജിൽ നഹി എന്നതിന്റെ തഅരീഫ് പറഞ്ഞത് തലബുൽ കഫി അനിൽ ഫിഇലി ഇസ്തിഇലാഅൻ എന്നാണ്. അതൊരു മദ്ഹബ്. മറ്റൊരു മദ്ഹബ് തലബുൽ തർക്കി അനിൽ ഫിഇലി എന്ന് പറയാം. ജമ്മുൽ ജവാമിയിൽ നഹിന്റെ തഅരീഫ് ഇഖ്തിലാഉ കഫിൻ അൻ ഫിഇലിൻ ലാ ബിഖൗലി കുഫ വനഹി ബിഹി കദാ കദർ വദഅ. ജമ്മുൽ ജവാമി 1-396. അപ്പോൾ അംറി നഹി എന്ന രണ്ട് വിഷയത്തിന്റെ നിർവചനത്തിൽ മുഖ്തസറും അതായത് തൽഖീസും ജമ്മുൽ ജവാമിയും നിർവചനത്തിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ, അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഉസ്താദുമാരുടെ ഹളറത്തിലേക്ക് സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 172, പേജ് 229. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈളാഹിൽ മആനി ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات سبق في مضمار الفصاحة والبراءة. നമ്മൾ പറഞ്ഞു വന്നത് وقد يستعمل في غير طلب الكف عن الفعل كما هو مذهب البعض أو طلب الترك كما هو مذهب البعض എന്നാണ്. അതായത് തലബിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് നഹി എന്നും, നഹി എന്നാൽ തലബുൽ കഫ് അനിൽ ഫിഇലി ഇസ്തിഇലാഅൻ ആണ് എന്നാണ് പറഞ്ഞത്. ഇസ്തിഇലാഅൻ ഒരു ഫെയിലിനെ തൊട്ട് കഫിനെ തലബ് ചെയ്യുക. ലാ തുദ്രിബ്, നീ അടിക്കരുത്. അടി എന്ന ഫീലിനെ തൊട്ട് കഫിനെ തലബ് ചെയ്യലാണ്. അടി ഉണ്ടാകരുത്. അടിയെ തടയലിന് ആവശ്യപ്പെടുകയാണ്. ലാ തുദ്രിബ്. അതിന് ഒരു ഹർഫാണുള്ളത്, അത് ജാസിമത്തായ ലാ ആണ് എന്ന് പറഞ്ഞു. വലഹു ഹർഫുൻ വാഹിദുൻ വഹുവ ലൽ ജാസിമത്തു.
ഫീ നഹ്വി ലാ തഫ്അൽ. എന്നിട്ട് പറഞ്ഞു വഖദ് യുസ്തഅമലു, ഈ നഹിയിനെ ഇസ്തിമാൽ ചെയ്യപ്പെടും ഫീ ഗൈരി തലബിൽ കഫ്ഫി അനിൽ ഫിഇൽ. തലബുൽ കഫ് അനിൽ ഫിഇൽ ആണെന്നാണ് നേരത്തെ ശാരിഹ് അതിന് നിർവചനം പറഞ്ഞത്. ആ തലബുൽ കഫ് അനിൽ ഫിഇൽ അല്ലാത്തതിൽ കമാ ഹുവ മദ്ഹബുൽ ബഅലി. തലബുൽ കഫ് അനിൽ ഫിഇലാണ് നഹി എന്നത് ബഅലിന്റെ മദ്ഹബ് പോലെ. ഔ തലബി തർക്കി, അല്ലെങ്കിൽ തലബു തർക്ക് അല്ലാത്തതിൽ കമാ ഹുവ മദ്ഹബുൽ ബഅലി. നഹി എന്ന് പറഞ്ഞാൽ തലബു തർക്കാണ് എന്നാണ് ബഅലിന്റെ മദ്ഹബ്. അത് നഹിയിന്റെ നിർവചനത്തിലുള്ള ഇഖ്തിലാഫാണ്. നേരത്തെ ശാരി പറഞ്ഞത് തലബുൽ കഫ് അനിൽ ഫിഇൽ മാത്രമാണ്. അപ്പൊ ശാരിഹ് മുഖ്താറാക്കിയത് നഹിയിന്റെ ഈ രണ്ട് നിർവചനത്തിൽ നിന്ന് തലബുൽ കഫ് അനിൽ ഫിഇലിനെയാണ് ശാരിഹ് മുഖ്താറാക്കിയത് എന്ന് മനസ്സിലാക്കാം. കാരണം വമിന്ന അന്നഹിയു വഹുവ തലബുൽ കഫി അനിൽ ഫിഇലി ഇസ്തിഇലാഅൻ എന്നാണ് പറഞ്ഞത്. മറ്റൊരു മദ്ഹബാണ് നഹി എന്ന് പറഞ്ഞാൽ തലബു തർക്ക് അനിൽ ഫിഇൽ. ഏത് നിർവചനം ആയാലും ആ നഹി അല്ലാത്തതിൽ ഇസ്തിമാൽ ചെയ്യപ്പെടും നഹിയിനെ, അതായത് തലബുൽ കഫ് അനിൽ ഫിഇൽ അല്ലാത്തതിൽ. ഒരു മദ്ഹബ് പ്രകാരം അങ്ങനെയാണല്ലോ നഹിന്റെ നിർവചനം. മറ്റേ മദ്ഹബ് പ്രകാരം തലബു തർക്ക് എന്നാണ് നഹിയിന്റെ നിർവചനം. അപ്പോൾ തലബു തർക്ക് അല്ലാത്തതിൽ തഹ്ദീദ് പോലെ എന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് തുടക്കം ഇവിടെ നിന്നാണ്. വഖദ് ദുആഇ, ദുആ പോലെയും. അപ്പോൾ ഈ നഹി എന്ന ഈ തലബുൽ കഫ് അനിൽ ഫിഇലിനെ അത് അല്ലാത്തതിൽ ഉപയോഗിച്ചത് എവിടെയാണ്? അല്ലാത്തതിൽ ഉപയോഗിക്കൽ തഹ്ദീദ് പോലെ, ദുആ പോലെ, വൽ ഇൽതിമാസി, ഇൽതിമാസ് പോലെയും. ദുആ പോലെ എന്ന് പറഞ്ഞാൽ തഹല്ലുഓടുകൂടെ തലബുൽ കഫ് അനിൽ ഫിഇൽ ഉണ്ടാവുക, അല്ലെങ്കിൽ തഹല്ലുഓടുകൂടെ തലബു തർക്ക് ഉണ്ടാവുക. അപ്പോൾ ദുആ ആയി. റബ്ബനാ ലാ തുആഖിദിനാ, ലാ തുആഖിദിനാ, ഞങ്ങളെ നീ പിടികൂടല്ലേ. അപ്പോ അഹ്ദ് എന്ന തലബു തർക്ക് അനിൽ ഫിഇലാണല്ലോ. അതെ, അഹ്ദിനെ ഒഴിവാക്കലിന് ആവശ്യപ്പെടുകയാണ്. അഹ്ദ് എന്ന ഫീലിനെ ഒഴിവാക്കലിന്, അതിനെ തടയലിന് ആവശ്യപ്പെടുക. ഒഴിവാക്കലിന് ആവശ്യപ്പെടുക തലബു തർക്ക് അല്ലെങ്കിൽ തലബുൽ കഫ്. അഹ്ദ് എന്ന ഫീലിനെ ഫീലിൽ തൊട്ട് വിട്ടു നിൽക്കലിന് ആവശ്യപ്പെടുക. അത് തഹല്ലുഓടുകൂടെ ആകുമ്പോൾ ദുആ ആയി. പിന്നെ ഇൽതിമാസ്, അത് മുസാവിയോട് തലബുൽ കഫ് അനിൽ ഫിഇൽ അല്ലെങ്കിൽ തലബു തർക്ക് അനിൽ ഫിഇൽ ഒരു മുസാവിയോട് പറയുമ്പോൾ ഇൽതിമാസുമായി. മുസാവിയോട് പറയുക, അവിടെ ഒന്ന് ഇസ്തിഇലാ ഉണ്ടാകരുത്. ഏത് ഈ മുസാവിയോട് പറയുമ്പോൾ ഇസ്തിഇലാവും ഉണ്ടാകരുത്. ഇസ്തിഇലാ ഉണ്ടായാൽ നഹി തന്നെയായി. തഹല്ലുഉം ഉണ്ടാവരുത്. അപ്പൊ ദുആ ആയി. ആ ഇസ്തിഇലാ എന്ന കൈദും ദുആ എന്ന കൈദും ഒഴിവാക്കിയാലാണ് മുസാവിയോട് തലബു തർക്ക് അനിൽ ഫിഇൽ അല്ലെങ്കിൽ തലബു കഫ് അനിൽ ഫിഇൽ ഉപയോഗിക്കുമ്പോൾ അത് ഇൽതിമാസാവണമെങ്കിൽ ഉപയോഗിക്കുന്നവൻ മുത്തക്കല്ലിമും മുസ്തഇലിയും ആകരുത്. തഹല്ലുഉം അവനിക്ക് ഉണ്ടാകരുത്, തദല്ലുലും ഉണ്ടാവരുത്. അപ്പോഴാണ് അത് ഇൽതിമാസാവുക. പിന്നെ വഹാദിഹിൽ അർബഅത്തു, ഈ നാലെണ്ണം ആകുന്നത് യഇനി അത്തമന്നിയ വൽ ഇസ്തിഫ്ഹാമ വൽ അംറ വൻ നഹിയ. ഈ നാലെണ്ണത്തിനാണ് തമന്നി, ഇസ്തിഫ്ഹാം, അംറ്, നഹി എന്നിവയെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ നാലെണ്ണം യജൂസു തഖ്ദീറു ശർത്തി ബഅദഹ, ഈ നാലെണ്ണത്തിന്റെ ശേഷം ഷർത്തിനെ
സങ്കൽപ്പിക്കൽ ജായിസാണ്. ഷർത്തിനെ സങ്കൽപ്പിക്കൽ ജായിസാണ്. വഈറാദുൽ ജസാഇ അഖീബഹ, ഈ തമന്നി, ഇസ്തിഫ്ഹാം, അംർ, നഹി എന്നിവയ്ക്ക് ശേഷം ജസാഇനെ, ആ മുഖദ്ദറായ ഷർത്തിന്റെ ജസാഇനെ കൊണ്ടുവരലും ജായിസാണ്. അഖീബഹ, ഈ 4 ഉടനെ തന്നെ മജ്സൂമൻ, ജസ്മാക്കപ്പെട്ടതായ നിലയിൽ കൊണ്ടുവരലും ജായിസാണ്. എങ്ങനെ ജസ്മാക്കപ്പെട്ടതായിട്ട് കൊണ്ടുവരുക? ബി ഇനിൽ മുളുമറത്തി, മറക്കപ്പെട്ട ഇന്നുകൊണ്ട് ജസ്മാക്കപ്പെട്ടതായിട്ട്. എവിടെ മറക്കപ്പെട്ട? ഷർത്തി, ഷർത്തോടുകൂടെ. ഷർത്ത് അവിടെ മുളുമറാണല്ലോ. ആ മുളുമറായ ഷർത്തോടുകൂടെ മുളുമറത്തായ ഇന്നുകൊണ്ട് ജസ്മാക്കപ്പെട്ടതായിട്ട് ജസായിനെ കൊണ്ടുവരലും ജായിസാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷർത്തിനെ, ഈ 4 ശേഷം ഷർത്തിനെ തഖ്ദീർ ചെയ്യൽ വാജിബില്ല. അതുപോലെ തന്നെ ജസായിനെ കൊണ്ടുവരുമ്പോൾ അതിന് പിന്നെ ജസ്മ് ചെയ്യലും എന്തില്ല? നിർബന്ധം ഇല്ല എന്ന് മനസ്സിലായി. കാരണം മജ്സുമായിട്ട് കൊണ്ടുവരലും ജായിസാണെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ അതായത് ജസായിനെ കരുതിയാൽ മുളാരിയാഫിയിലാണല്ലോ. ജസായിനെ അവിടെ സബബിയ്യത്തിനെ കരുതിയിട്ടുണ്ടെങ്കിൽ, അതാണ് അവിടെ ഒരു സബബിയ്യത്തിനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഷർത്ത് മുഖദ്ദറായി, അപ്പോൾ ജസാഇനിക്ക് ജസ്മ് ചെയ്യൽ നിർബന്ധം. ഇനി ശേഷം കൊണ്ടുവരുന്നത് ജസാ അല്ലാതെയുമാവാം. അത് ഒരു സിഫത്തായിട്ടോ ഹാലായിട്ടോ ഇസ്തിനാഫായിട്ടോ എല്ലാം കൊണ്ടുവരാം. അപ്പോൾ അവിടെ റഫ്ഇ ചെയ്യൽ എന്താണ്? അവിടെ റഫ്ഇ ചെയ്യലാണ് നിർബന്ധം. എന്ന് പറഞ്ഞാൽ ഷർത്ത് മുഖദ്ദറാകുമ്പോൾ ജസായിനിക്ക് എന്താണ്? അവിടെ ജസ്മ് ചെയ്യണം. ഇനി ഇവകൾക്ക് ശേഷം ഒരു മുളാരിയാഫിനെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്തില്ല? ജസ്മ് ചെയ്യൽ നിർബന്ധമില്ല. കാരണം ജസായിനെ കരുതിയിട്ടില്ലെങ്കിലും, അല്ല ഷർത്തിനെ കരുതിയിട്ടില്ലെങ്കിലും ഇവകൾക്ക് ശേഷം ഒരു മുളാരിയാഫിലിനെ കൊണ്ടുവരാം. അതിന് റഫ്ഇ ചെയ്യൽ നിർബന്ധമാണ്. അത് സിഫത്തായിട്ടോ ഹാലായിട്ടോ ഇസ്തിനാഫായിട്ടോ, അവിടുത്തെ ഈറാബ് തെർക്കീബ് പോലെ, അവിടുത്തെ മക്കാമ് പോലെ അവിടെ തെർക്കീബ് വെക്കാം. ചുരുക്കി പറഞ്ഞാൽ ഷർത്ത് മുഖദ്ദറാകുമ്പോൾ ഒരു മുളാരിയാഫിയിൽ മജ്സൂമാകും, അല്ലെങ്കിൽ അത് മർഫൂ ആകും. അപ്പോൾ ഇവിടെ സബബിയ്യത്തിനെ കരുതുന്നില്ല. ഇത് ഈ ശേഷം പറഞ്ഞ ഇത് മറ്റൊന്നിന്റെ മുസബ്ബബായിട്ടില്ല. മുസബ്ബബാകാതിരിക്കുമ്പോൾ അവിടെ റഫ്ഇ ചെയ്യാം. ആ റഫ്ഇ സിഫത്തായിട്ടോ ഹാലായിട്ടോ ഇസ്തിനാഫായിട്ടോ അങ്ങനെയെല്ലാം വരാം. അത് ഉദാഹരണത്തിൽ നിന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ വഹാദിഹിൽ അർബഅത്തു, ഈ 4 യഅനി അത്തമന്നിയ വൽ ഇസ്തിഫ്ഹാമ വൽ അംറ വൽ നഹിയ യജൂസു തഖ്ദീറു ശർത്തി ബഅദഹ, ഇവകൾക്ക് ശേഷം ഷർത്തിനെ സങ്കൽപ്പിക്കൽ ജായിസാണ്. വഇറാദുൽ ജസാഇ അഖീബഹ, ഇവകൾക്ക് ഉടനെ ജസായിനെ കൊണ്ടുവരലും ജായിസാണ്. മജ്സൂമൻ, ജസ്മാക്കപ്പെട്ടതായിട്ട് ബി ഇനിൽ മുളുമരി മഅശർത്തി, ഷർത്തോടുകൂടെ മറക്കപ്പെട്ട ഒരു ഇന്നുകൊണ്ട്. ഏതുപോലെയൊക്കെ കൗലിക്ക, നിന്റെ വാക്കുപോലെ ഫി തമന്നി, തമന്നിയിൽ നിന്റെ വാക്കുപോലെ. ലൈത്തലി മാലൻ, എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് തമന്നിയാണ്. തമന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇഷ്ടപ്പെട്ട കാര്യത്തെ ആശിക്കുക,
അതിൽ പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ലാത്തൊരു ഇഷ്ടപ്പെട്ട കാര്യത്തിന് ആഗ്രഹിക്കൽ, അതാണല്ലോ തമന്നി. ലൈത്തലി മാലൻ, എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. ഇവിടെ ലൈത്ത അർഫ് തമന്നിയാണ്. ലീ എന്നുള്ളത് അതിന്റെ ഖബർ മുഖദ്ദമാണ്. മാലൻ ഇസ്മു മുഅഖറാണ്. ലൈത്തന്റെ ഖബർ മുന്തണമെങ്കിൽ എന്ത് വേണം? ജാറ് മജ്റൂറോ വറുഫോ ആവണം. ഇവിടെ ജാറ് മജ്റൂർ ആയതുകൊണ്ട് ഖബർ മുന്തി. ഇവിടെ ഇനി ഉൻഫിഖ്ഹു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു ഉൻഫിഖ്ഹു, അങ്ങനെ മുതലിന് എനിക്ക് നൽകപ്പെടുക ആയിരുന്നെങ്കിൽ ഞാൻ അതിനെ ചെലവാക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഐ ഇൻ ഉർസഖ് ഹു ഉൻഫിഖ്ഹു എന്ന ഇൻ ഉർസഖ് ഹു, ആ മുതലിന് എനിക്ക് നൽകപ്പെട്ടാൽ ഉൻഫിഖ്ഹു, ഞാൻ അതിനെ ചെലവാക്കുമായിരുന്നു. അപ്പോൾ ഉൻഫിഖ്ഹു ആണ് ഒരു ജസായിനെ അവിടെ കൊണ്ടുവന്നത്. ഷർത്ത് മുഖദ്ദറാണ്. ഉൻഫിഖ് എന്ന ആ ഫീല് മജ്സൂമായിട്ട് കൊണ്ടുവന്നു. ഷർത്തോടുകൂടെ മറക്കപ്പെട്ട ഒരു ഇന്നുണ്ട്. ആ ഇന്ന് കൊണ്ടാണ് ജസ്മ്. ഉൻഫിഖ് എന്നതിന് ജസ്മ്. ഇൻ ഉറുസഖ്ഹു, ഇൻ ഉറുസഖ് ഹു എന്നുണ്ടല്ലോ. ആ ഷർത്തായ ഉറുസഖ് എന്നതിന് ജസ്മ് ചെയ്ത ഇന്ന്, ആ ഇന്ന് തന്നെയാണ് ഇവിടെ ജവാബിനും, അതായത് ഉൻഫിഖ് എന്നതിനും ജസ്മ് ചെയ്തത് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ലൈത്തലി മാലൻ എന്നതിന്റെ പിന്നിൽ അതിന്റെ ശേഷം ഒരു ഷർത്തിനെ തക്ദീർ ചെയ്തു. അതുകൊണ്ട് അതിന്റെ ശേഷം ജസായിനെ മജ്സൂമായിട്ട് കൊണ്ടുവന്നു. ഇതാണ്. അപ്പോൾ ഇവിടെ ഈ ഷർത്തിനെ സങ്കല്പിക്കൽ ജായിസാണ്. ഈ ഉൻഫിഖ് എന്നതിലേക്ക് ജസ്മ് ചെയ്യലും ജായിസാണ്. ഇനി അവിടെ ജസ്മല്ലാതെ ഉൻഫിഖുഹു എന്ന് പറയാം. ലൈത്തലി മാലൻ, എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എങ്ങനത്തെ മുതല്? ഉൻഫിഖുഹു, അതിനെ ഞാൻ ചെലവാക്കും. അപ്പോൾ ഇവിടെ ഷർത്തിനെ സങ്കല്പിക്കലില്ല. ഉൻഫിഖു എന്നതിന് ജസ്മ് ചെയ്തു. ഷർത്തിനെ സങ്കല്പിച്ചാൽ മാത്രമല്ല ഇവകൾക്ക് ശേഷം ഒരു മുളാരിയ ഫീലിനെ കൊണ്ടുവരൽ. ഷർത്തിനെ സങ്കല്പിക്കുമ്പോൾ അതിന് ജസ്മ് ചെയ്യും. സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ ഇവൾക്ക് എന്ത് ചെയ്യും? റഫഇ ചെയ്യും. ഇനി അതേ സമയത്ത് ഷർത്തിനെ സങ്കല്പിക്കലും എന്തില്ല? ജായിസില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരലും, ഇവിടെ ഉൻഫിഖ് എന്ന ജസാ, അതായത് ഒരു ഫിഇലിനെ കൊണ്ടുവരലും നിർബന്ധമില്ല. അത് പിന്നീട് പറയുന്നുണ്ട്. കൊണ്ടുവന്നാൽ ജസായിനെ അതിന്റെ ഷർത്തിനെ സങ്കല്പിക്കുന്ന സമയത്ത് അതിന്റെ ഉടനെ ജസായിനെ കൊണ്ടുവരലും ജായിസാണ് എന്ന് പറയുമ്പോൾ, ഈ ഷർത്തിനെ സങ്കല്പിക്കുമ്പോഴാണ് ഇതിന് ജസായി എന്ന പേരുള്ളൂ. ഷർത്തിനെ സങ്കല്പിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ജസായി എന്ന എന്തില്ല, പേരില്ല. ഉൻഫിഖു, ഞാൻ അതിനെ ചെലവാക്കും. എങ്ങനത്തെ മുതലാണ്? ഉൻഫിഖുഹു, ഞാൻ അതിനെ ചെലവാക്കും. മർഫൂആയിട്ട് വായിക്കാം. അതല്ലെങ്കിൽ അവിടെ എന്താവാം? ഹാലാക്കാം. ഞാൻ തന്നെ അതിനെ ചെലവാക്കുന്നതായ നിലയിൽ. അപ്പോഴും റഫ്ഇ തന്നെ. ഹാലിനിക്ക് നസ്ബാണ്, പക്ഷെ ഇവിടെ ജുംലയാണല്ലോ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇസ്തീനാഫ്, റഫ്ഇ ഇസ്തീനാഫായിട്ട്. ലൈത്തലി മാലൻ, എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉൻഫിഖുഹു, ആ മുതലിനെ ഞാൻ ചെലവാക്കും. അപ്പോൾ ഒരു ചോദ്യം, ഒരു മുഖദ്ദറ ചോദ്യത്തിന്റെ സുആല്, മുതൽ നിനക്ക് കിട്ടിയാൽ എന്ത് ചെയ്യുമടോ? ഞാനതിനെ ചെലവാക്കും. അങ്ങനെ ഇസ്തിഇലാഫായിട്ട് അങ്ങനെയും അവിടെ ഈറാബ് വെക്കാം. ഇനി ഷർത്തിനെ സങ്കല്പിക്കൽ ജായിസാണ്. അപ്പോൾ പിന്നെ ലൈത്തലി മാലൻ എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യാം. ഷർത്തിനെ സങ്കല്പിക്കുന്ന സമയത്ത് ഇവിടെ ജസായിനെ കൊണ്ടുവരൽ ജായിസാണെന്ന് പറഞ്ഞു, മജ്സൂമായിട്ട്. അത് മജ്സൂമാവൽ എപ്പോഴാണ്? ഷർത്തിനെ സങ്കല്പിക്കുന്ന സമയത്താണ്.
ഷർത്തിനെ സങ്കല്പിക്കാതെയും ഇതിന്റെ ശേഷം എന്താവാം മുദാരിയാഫീലിനെ കൊണ്ടുവരാം. അപ്പൊ ജസാ ആവൂല എന്ന് മാത്രം. ഇനി ഒഫിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിൽ എന്താണ്? ഇസ്തിഫ്ഹാമിൽ നിന്റെ വാക്കുപോലെ ഐന ബൈത്തുക്ക അസുർക്ക, നിന്റെ വീട് എവിടെയാണ്? ഇസ്തിഫാമാണ്, ഹക്കീക്ക ഇസ്തിഫാമാണ്. അപ്പൊ മേലെ ലൈത്തലിമാൽ എന്ന് പറഞ്ഞു കൊടുത്ത് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. മുതലുണ്ടാവൽ കൊതിക്കലിനിക്ക് ലാസിമാണല്ലോ അതിനെ കൊടുക്കല്. അപ്പൊ ലൈത്തലിമാലൻ എന്ന തമ്മന്നയിലിന്റെ ലാസിമായ ഒരു കാര്യമാണ് അത് കിട്ടൽ. അതാണ് അവിടെ ഉറുസക്ക് എന്ന് ഷർത്തിനെ സങ്കല്പിച്ചത്. അയിന ബൈത്തുക്ക, നിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നിന്റെ വീട് എനിക്ക് അറിയിച്ചു തരണമെന്നാണ്. അസുർക്ക, ആ വീട് എവിടെയാണ് എനിക്ക് അറിയിച്ചു തരണം. അറിയിച്ചു തന്നാൽ നിന്നെ ഞാൻ സന്ദർശിക്കും. ഐ ഇൻ തുഅരിഫ്നീഹി അസുർക്ക, ആ വീടിനെ നീ എനിക്ക് അറിയിച്ചു തന്നാൽ നിന്നെ ഞാൻ സന്ദർശിക്കും. കണ്ടോ, ഷർത്തിനെ സങ്കല്പിച്ചു, ജസായിനെ കൊണ്ടുവന്ന് ജസ്മ് ചെയ്തു. ഇനി അസുർക്ക എന്നുള്ളിടത്ത് ജസ്മ് തന്നെ വേണമെന്നില്ല. സാറ് യസൂറു അസൂറുക്ക എന്നും പറയാം അവിടെ. കേട്ടോ, നിന്റെ വീട് എവിടെയാണ്? അസൂറുക്ക. അവിടെ തർക്കീബ് സിഫത്തിന് പറ്റുമെങ്കിൽ അസൂറുക്ക, നിന്റെ വീട് എവിടെയാണ്? ഞാൻ തന്നെ നിന്നെ സന്ദർശിക്കുന്നവനായ നിലയിൽ എന്നും വേണം എന്നൊക്കെ അർത്ഥം വെക്കാം. നിന്റെ വീട് എവിടെയാണ്? പിന്നെ അപ്പൊ ഒരു ചോദ്യം, എന്ത്? എന്റെ വീട് നിങ്ങൾക്കറിയിച്ചു തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അസൂറുക്ക. ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അസൂറുക്ക, നിന്നെ ഞാൻ സന്ദർശിക്കും. അവിടെ പിന്നെ സിഫത്തായിട്ട് വരാൻ ഒരു യോജിപ്പില്ല. അവിടെ ഇസ്തീറാഫായിട്ടൊക്കെ അസൂറുക്ക എന്നും വായിക്കാം. ഇനി എപ്പോഴാണ് ഈ ഷർത്തിനെ സങ്കല്പിക്കുന്നത് എന്ന് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ ഒഫിൽ അംരി, അംറിൽ നിന്റെ വാക്കുപോലെ അക്രിംനി ഉക്രിംക, എന്നെ നീ ഇക്രാമ് ചെയ്യ്, എന്നാൽ നിന്നെ ഞാൻ ഇക്രാമ് ചെയ്യും എന്ന് പറയും പോലെയും അക്രിംനി ഉക്രിംക. കേട്ടോ, ഐ ഇൻ തുക്രിംനി ഉക്രിംക, എന്നെ നീ ആദരിച്ചാൽ നിന്നെ ഞാനും ആദരിക്കും എന്ന് പറയും പോലെ. അവിടെ എന്താണ്? അവിടെ ഐ ഇൻ തുക്രിംനി എന്ന് ജസായിനെ ഷർത്തിനെ സങ്കല്പിച്ചു. അപ്പൊ ഉക്രിംക എന്ന് ജസായിനെ മജ്സൂമായിട്ട് കൊണ്ടുവന്നു. ഇനി അവിടെ ഉക്രിമുക്ക എന്ന് അവിടുത്തെ ഇറാബ് അനുസരിച്ച് മർഫൂഉം ആക്കാം. എന്നെ നീ ആദരിക്ക്. കേട്ടോ, അപ്പൊ ഒരു സുആലിന്റെ ജവാബായിട്ട് നിന്നെ ഞാൻ ആദരിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഉക്രിമുക്ക, നിന്നെ ഞാനും ആദരിക്കും എന്ന്. ഒഫിൻ നഹിയി, നഹിയിൽ നീ പറഞ്ഞോ നിന്റെ വാക്കുപോലെ, ലാ തഷ്ടിം, നീ ചീത്ത പറയരുത്. യക്കുൻ ഖൈറല്ലക്ക, ആ ചീത്ത പറയാതിരിക്കലാകും ഖൈറല്ലക്കാന്ന്, നിനക്ക് ഖൈറാകും. ഐ ഇല്ലാ തഷ്ടിം, തഷ്ടിം നീ ചീത്ത പറയുന്നില്ലെങ്കിൽ യക്കുൻ ഖൈറല്ലക്ക, അത് നിനക്കെന്താവും? ഖൈറാകും എന്നാണ്. അവിടെ ലാ തഷ്ടിം എന്ന് പറഞ്ഞ ഈ നഹി, ലാ തഷ്ടിമിന്റെ ശേഷം ഷർത്തിനെ സങ്കല്പിക്കണമെങ്കിൽ നാഫിയത്തായ ലാന്റെ മുമ്പ് ഇന്ന് വരാൻ പറ്റണം. അതാണ് വശറുത്തു ജസ്മിൻ ബഅദ നഹിയിൻ അൻ തലഇ ഇൻ ഖബല ലാ ദൂനാ തഖാലൂഫിൻ വഖഇ. നഹിന്റെ ശേഷം ജസ്മ് ചെയ്യാനുള്ള ഷർത്ത് അൻ തലഅ ഇൻ ഖബല ലാ, നാഫിയത്തായ ലാന്റെ മുമ്പ് ഇന്നിനെ നീ അവിടെ വലഇ ചെയ്യലാണ്.
ദൂന തഖാലുഫിൻ മഅനാക്ക് വ്യത്യാസം സംഭവിക്കാതെ. എങ്ങനത്തെ മഅനയാണ് വഖഅ? ഇവിടെ വന്നതായ മഅന. അതായത് ഇവിടുത്തെ അർത്ഥം എന്താണ്? ലാ തഷ്തിം നീ ചീത്ത പറയരുത് എന്നാ. എന്നാൽ ലക്കുൻ ഖൈറല്ലക്ക നിനക്ക് ഖൈറാകും. ഐ ഇല്ലാ തഷ്തിം നീ ചീത്ത പറയുന്നില്ലെങ്കിൽ യക്കുൻ ഖൈറല്ലക്കാത. ഇവിടെ യക്കുൻ എന്നതിലേക്ക് ജസ്മ ചെയ്യണമെങ്കിൽ ഷർത്ത് ലാ തഷ്തിം എന്നുള്ളോടത്ത് ഒരു നാഫിയത്തായ ലാ ഈ മുളാരിയായ ഫീലിന്റെ മുമ്പ് ലാനോട് കൂടെ നാഫിയത്തായ ലാനോട് കൂടെ ഇന്ന് അവിടെ ഇറങ്ങാൻ പറ്റണം. ഐ ഇല്ലാ തഷ്തിം നീ ചീത്ത പറയുന്നില്ലെങ്കിൽ യക്കുൻ ഖൈറല്ലക്ക എന്നാണ് പറഞ്ഞത്. അത് അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. വശറുത്തു ജസിമിൻ ബഅദ നഹിയിൻ അൻ തലഉ ഇൻ ഖബ്ല ലാ ദൂരാ തഖാലൂഫിൻ വഖഅ. അവിടെ ഉദാഹരണം എടുത്തത് ഇങ്ങനെയാണ് അൽഫയിൽ. ലാ തദുൻ മിനൽ അസദി നരിയോട് നീ അടുക്കരുത് എന്നാ തസ്ലം നീ രക്ഷപ്പെടുന്ന. ഐ ഇല്ലാ തദുൻ മിനൽ അസദി തസ്ലം എന്നാണ്. അതേ സമയത്ത് നാഫിയത്താൽ ആന്റെ മുമ്പ് ഇന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ജസ്മ ചെയ്യാൻ പാടില്ല. ഏതുപോലെ ലാ തദുൻ മിനൽ അസദി യഉകുലുക, അവിടെ യഉകുൽ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണ്? ലാ തദുൻ മിനൽ അസദി അസദിനോട് നീ അടുക്കരുത്, അടുത്താൽ യഉകുലുക നിന്റെ തിന്നുന്നാണ്. അടുത്തിട്ടില്ലെങ്കിൽ തിന്നും എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോ ലാ തദുൻ മിനൽ അസദി എന്ന് പറഞ്ഞോടത്ത് ഇല്ലാ തദുൻ എന്ന് അവിടെ നാഫിയത്ത ലാന് മുമ്പ് ഇന്നിന് അവിടെ ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് അവിടെ യഉകുലുക എന്നതിലേക്ക് ജസ്മ ചെയ്യാൻ പറ്റൂല. കാരണം ദൂന തഖാലുഫിൻ വഖഅ മഅനാക്ക് വ്യത്യാസം സംഭവിക്കും. നരിയോട് ഇല്ലാ തദുൻ മിനൽ അസദി നരിയോട് നീ അടുത്തിട്ടില്ലെങ്കിൽ യഉകുലുക നിന്നെ തിന്നും എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ലാ തദുൻ മിനൽ അസദി യഉകുലുക എന്നുള്ളോർത്ത് ജസ്മ പറ്റൂല. ലാ തദുൻ മിനൽ അസദി തസ്ലം എന്ന് പറഞ്ഞോടത്ത് എന്ത് പറ്റും? അവിടെ ജസ്മ ചെയ്യാനുള്ള ഷർത്ത് അതാണ്. 4 ഉദാഹരണം ഇവിടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാണ് ആദിഹിൽ അർബഅത്തു യഅനി തമന്നിയ വൽ ഇസ്തിഫാമ വൽ അംറ വൻ നഹിയ യജൂസു തഖ്ദീറു ശർത്തി ബഅദഹ. അവൾക്ക് ശേഷം ഷർത്തിനെ സങ്കൽപ്പിക്കൽ ജായിസാണ്. വഇറാദുൽ ജസായി അഖീബഹ അവകൾക്ക് ഉടനെ ജസായിനെ കൊണ്ടുവരലും മജ്സൂമൻ ജസ്മാക്കപ്പെട്ടതായിട്ട് കൊണ്ടുവരുക. ബിഇനിൽ മുളുമറത്തി മഅശർത്തി ഷർത്തോടുകൂടെ പിന്നെ സങ്കൽപ്പിക്കപ്പെട്ട ഇന്നുകൊണ്ട്. കൗലിക ഫി തമന്നി ലൈതലി മാലൻ ഉൻഫിഖുഹു ഐ ഇൻ ഉർസഖുഹു ഉൻഫിഖുഹു വഫിൽ ഇസ്തിഫാമി ഐന ബൈതുക അസുറുക ജസ്മ ചെയ്തു. ഐ ഇൻ തുഅദ്ദിഫി ദീഹി വീട് എനിക്ക് നീ അറിയിച്ചു തന്നാൽ അസുറുക എന്നാണ്. വഫിൽ ലംദി അക്രിംനി ഉക്രിംക എന്നെ നീ ഇക്റാം ചെയ്യ് എന്നാൽ ഇന്ന് ഞാനും ഇക്റാം ചെയ്യും. ഐ ഇൻ തുക്രിംനി എന്നെ നീ ഇക്റാം ചെയ്താൽ ഉക്രിംക. വഫിൻ നഹി ലാ തഷ്തിം നീ ചീത്ത പറയരുത് എന്നാൽ യക്കുൻ ഖൈറല്ലക ആ അദമുശത്തും നിനക്ക് ഖൈറാകും. ഇനി എപ്പോഴാണ് ഈ ഷർത്തിനെ സങ്കല്പിക്കൽ ജായിസാണെന്ന് പറഞ്ഞത്? എപ്പോഴാണിത് ജായിസാവെന്ന് പറഞ്ഞത്? അതാ പറയുന്നത് വദാലിക അത് കേട്ടോ. വദാലിക അത് ഏത്? ഈ നാലെണ്ണത്തിന് ശേഷം ഷർത്തിനെ സങ്കല്പിക്കൽ ജായിസാണെന്ന് പറഞ്ഞത് അതാ പറയുന്നത്. അന്നൽ ഹാമില ലിൽ മുത്തക്കല്ലിമി മുത്തക്കല്ലിമിനെ ഹംല് ചെയ്യുന്ന സംഗതി അലൽ കലാമി ത്വലബിയ്യായ ഒരു കലാമിന്റെ മേൽ മുത്തക്കല്ലിമിനെ പ്രേരിപ്പിക്കുന്ന കാര്യം ത്വലബിയായ കലാമിന്റെ മേൽ, അതായത്
ഇവിടെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാലോ. ലൈത്തലി മാലൻ എന്ന് ഒരു മുത്തക്കല്ലിമ് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഐന ബൈത്തുക്ക എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അക്രിംനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാ തഷ്ടിംനി എന്ന് പറയുന്നത്, അല്ലെ, ലാ തഷ്ടിം എന്ന് പറയൽ. ഇങ്ങനെ ഇതൊക്കെ തലബിയായ കലാമുകളാണ്. ഈ തലബിയായ കലാമിന്റെ മേൽ മുത്തക്കല്ലിമിനെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ്? കൗലുൽ മത്തുലൂബാവലാണ് മഖ്സൂദല്ലി മുത്തക്കല്ലിമി. മുത്തക്കല്ലിമിന് മഖ്സൂദാവലാണ് മത്തുലൂബ്. ഇപ്പോൾ ലൈത്തലി മാലൻ എന്ന് പറഞ്ഞു കൊടുത്ത് മുതലുണ്ടാകലാണ് മത്തുലൂബ്. ഐന ബൈത്തുക്കാന്ന് പറഞ്ഞു കൊടുത്തോ വീട് അറിയലാണ് മത്തുലൂബ്. പിന്നെ ഐന ബൈത്തുക്ക, അക്രിംനി എന്ന് പറഞ്ഞു കൊടുത്ത് മുഖാത്തബ് മുത്തക്കല്ലിമിനെ ആദരിക്കലാണ് മത്തുലൂബ്. ലാ തഷ്ടിം എന്ന് പറഞ്ഞു കൊടുത്ത് മുഖാത്തബ് മുത്തക്കല്ലിമിനെ ചീത്ത പറയാതിരിക്കലാണ് മത്തുലൂബ്. ഈ മത്തുലൂബ് മഖ്സൂദാവലാണ് ആർക്ക്? ലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിനിക്ക് മഖ്സൂദാവലാണ് ഇമ്മാലിദാത്തിഹി. ഒന്നിരിക്കൽ ആ മത്തുലൂബിന്റെ ദാത്തിന് വേണ്ടി തന്നെ, മത്തുലൂബിന്റെ ദാത്തിന് വേണ്ടി തന്നെ എന്താവുക? മഖ്സൂദാവുക. ദാത്തിന് വേണ്ടി മഖ്സൂദാവുക എന്ന് പറഞ്ഞാൽ ലൈത്തലി മാലൻ എന്ന് പറഞ്ഞത് മുതലുണ്ടാകല് തന്നെയാണ് അവിടെ മഖ്സൂദ്, മറ്റൊന്നല്ല. ഐന ബൈത്തുക്ക എന്ന് പറഞ്ഞു കൊടുത്ത് വീട് അറിയൽ മാത്രമാണ് മഖ്സൂദ്, മറ്റൊന്നും ഇല്ല. അക്രിംനി എന്ന് പറഞ്ഞു കൊടുത്ത് മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാം ചെയ്യൽ മാത്രമാണ് മഖ്സൂദ്. ലാ തഷ്ടിം എന്ന് പറഞ്ഞു കൊടുത്ത് അദമു സത്തുമാണ് മഖ്സൂദ്, വേറൊന്നുമില്ല. അത് ഇമ്മാലി ദാത്തിഹി, ഒന്നിരിക്കൽ ആ മത്തുലൂബിന്റെ ദാത്തിന് വേണ്ടി, ആ ദാത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ ആ മത്തുലൂബിന്റെ ദാത്ത് അല്ലാത്തതിന് വേണ്ടി മത്തുലൂബ് മഖ്സൂദാവുക. മത്തുലൂബ് മഖ്സൂദാവുന്നത് ഒന്നിരിക്കൽ മത്തുലൂബിന്റെ ദാത്തിന് വേണ്ടി, ഔലി ഗൈരിഹി, അല്ലെങ്കിൽ മത്തുലൂബിന്റെ ദാത്ത് അല്ലാത്തതിന് വേണ്ടി. ദാത്തല്ലാത്തതിന് വേണ്ടി എങ്ങനെ? ലൈത്തലി മാലൻ, എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അതാണല്ലോ മത്തുലൂബ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവനത് പറഞ്ഞത്? അത് കിട്ടിയെങ്കിൽ ചെലവാക്കാൻ വേണ്ടി. അപ്പൊ ഇൻഫാക്ക് എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുതലുണ്ടാവൽ ഇവർക്ക് മത്തുലൂബായത്. അപ്പൊ മുതലുണ്ടാകൽ മത്തുലൂബ് ആയത് ആ മുതലിന്റെ ദാത്തിന് വേണ്ടി അല്ല, ഇൻഫാക്ക് എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഐന ബൈത്തുക്ക, നിന്റെ വീട് എനിക്കറിയണം, അതാണല്ലോ അവിടെ മത്തുലൂബ്. ആ വീട് അറിയൽ മത്തുലൂബായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മുഖാത്തബിനെ സിയാറത്ത് ചെയ്യലാണ് മഖ്സൂദ്. സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീടറിയൽ ഇവിടെ മഖ്സൂദായത്. വീടറിയലാണല്ലോ മഖ്സൂദ്. ആ വീടറിയൽ എന്നതിന് വേണ്ടിയിട്ടല്ല അവിടെ ഈ മത്തുലൂബ് മഖ്സൂദ്. ഈ മുഖാത്തബിനെ സിയാറത്ത് ചെയ്യൽ എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അക്രിംനി, എന്നെ നീ ഇക്റാം ചെയ്യ്. ഈ ഇക്റാമിനെ ഇവൻ ആവശ്യപ്പെട്ടത്, അതാണ് അവിടെ മത്തുലൂബ്. മുത്തക്കല്ലിമിന്റെ മത്തുലൂബ് എന്താണ്? മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാം ചെയ്യൽ. ആ ഇക്റാം ചെയ്യൽ ഇവന്റെ മത്തുലൂബ് മഖ്സൂദായത് എന്തിനു വേണ്ടിയിട്ടാണ്? തിരിച്ച് ഇക്റാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിന്നെ ഞാൻ ഇക്റാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ എന്റെ ഇക്റാം ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ മത്തുലൂബ് എന്താണ്? അക്രിംനി എന്ന് പറഞ്ഞു കൊടുത്ത് മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാം ചെയ്യൽ. ആ ഇക്റാം ചെയ്യൽ മഖ്സൂദായത് എന്തിനു വേണ്ടിയിട്ടാണ്?
മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാമ് ചെയ്യൽ എന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് മുത്തക്കല്ലിമ് മുഖാത്തബിനെ ഇക്റാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ലാ തഷ്തിം, നീ ചീത്ത പറയരുത്. ചീത്ത പറയരുത് എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മുഖാത്തബിന് ഖൈറുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഖൈറിന് വേണ്ടി എന്താവാം, മത്ലൂബ് മഖ്സൂദാവാം. അപ്പോൾ എന്താണ് അർത്ഥം? അന്നൽ ഹാമിലലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിനെ പ്രേരിപ്പിക്കുന്ന കാര്യം, അലൽ കലാമി ത്വലബിയ്യ്, ത്വലബിയായ കലാമിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന കാര്യം, ഖൗലുൽ മത്ലൂബി, മത്ലൂബാവലാണ്, മഖ്സൂദല്ലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിന് മഖ്സൂദാവലാണ്, ഇമ്മാലി ദാത്തിഹി, ഒന്നിരിക്കില്ല മത്ലൂബിന്റെ ദാത്തിന് വേണ്ടി മത്ലൂബ് മഖ്സൂദാവുക, ഔലി ഖൈരിഹി, അല്ലെങ്കിൽ മത്ലൂബിന്റെ ഖൈറിന് വേണ്ടി മത്ലൂബ് മഖ്സൂദാവുക. ലി തവഖുഫി ദാലിക്കൽ ഖൈരി, ആ ഖൈർ തവഖുഫായതിന് വേണ്ടി, അലാ ഹുസൂലിഹി, ഈ മത്ലൂബിന്റെ ഹുസൂലിന്റെ മേൽ. മത്ലൂബ് ഉണ്ടായാൽ എന്തുണ്ടാകുള്ളൂ? ഹുസൂൽ, ഈ ഖൈർ എന്തുണ്ടാകുള്ളൂ? ഹാസിലാവുകയുള്ളൂ. അല്ല, ഖൈർ, അതെ, മത്ലൂബ് ഹാസിലായെങ്കിലേ ഉള്ളൂ. മത്ലൂബിന്റെ ഹുസൂലിന്റെ മേലിലാണ് ഈ ഖൈർ തവഖുഫാകുന്നത്. അപ്പോ ഒന്ന് മറ്റൊന്നിന്റെ മേൽ തവഖുഫാകുന്നു, അത് ഷർത്തിന്റെ മഅനയാണ്. വഹാദ മഅന ഷർത്തി, ഇതാണ് ഷർത്തിന്റെ മഅന. അതായത് ഷർത്തിന്റെ മഅനാക്ക് ലാസിമാണെന്ത്? ഒന്നിന്റെ ഹുസൂലിന്റെ മേൽ മറ്റൊന്ന് തവഖുഫാവൽ. ഉദാഹരണം, ഇൻ ജാഅനി സയ്യിദുൻ, സയ്യിദ് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ അവനെ ഇക്റാം ചെയ്യും. അപ്പോ വരവുണ്ടായാലേ എന്തുണ്ടാവുള്ളൂ? ഈ ഇക്റാം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുക, അതല്ല ഷർത്ത്. ആ തഅലീഖിക്ക് ലാസിമാണെന്ത്? ഈ തവഖുഫ്. ഇൻ ജാഅനി സയ്യിദുൻ, എന്റെ അടുക്കൽ സയ്യിദ് വന്നാൽ, ഉക്രിംഹു, ഞാൻ അവരെ ഇക്റാം ചെയ്യും. അപ്പോൾ സയ്യിദിന്റെ വരവ് ഹാസിലായാലാണ്, സയ്യിദിന്റെ വരവിന്റെ ഹുസൂലിന്റെ മേലില് എന്തിനെ? ഇക്റാമിനെ ബന്ധിപ്പിച്ചു. ആ ബന്ധിപ്പിക്കലിനക്ക് ലാസിമാനെന്ത്? ജസാ ഷർത്തിന്റെ മേൽ തവഖുഫാണ്. ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുക, അതാണ് ഷർത്ത്. ജസായിനെ ഷർത്തിനോട് ബന്ധിപ്പിക്കുക, അതാണ് ഷർത്ത്. ഈ ഷർത്തിന്റെ ഈ തഅലീഖിക്ക് ലാസിമാണെന്ത്? തവഖുഫ്. ഒന്ന് മറ്റൊന്നിന്റെ മേൽ തവഖുഫാവുക എന്ന് പറയുമ്പോൾ അവിടെ ഷർത്തിന്റെ മഅന ഉണ്ടാകും. വാദ മഅന ഷർത്തി. ഇനി നോക്കിക്കോ, ഫൈദാ ദക്കർത തലബ, നീ തലബിനെ പറഞ്ഞു. ഉദാഹരണം, അക്രിംനി, അല്ലെങ്കിൽ ലൈതലി മാലൻ, അല്ലെങ്കിൽ ഐന ബൈത്തുക, അല്ലെങ്കിൽ ആ തഷ്തിം. ഇവിടെ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓ ദക്കർത ബഅദഹു, അതിന്റെ ശേഷം നീ പറയുകയും ചെയ്താൽ, മാ ഒന്നിനെ പറഞ്ഞാൽ, ആ ഒന്നിപ്പോ ഉദാഹരണത്തിൽ നമ്മൾ പറയാ ഉക്രിംക എന്ന്, അല്ലെങ്കിൽ ഉൻഫിഖുഹു എന്നായിക്കോട്ടെ. യസ്ലഹു, ആ ഒന്ന് പറ്റും. യസ്ലഹു തവഖുഫുഹു, അങ്ങനെ യസ്ലഹു തവഖുഫുഹു, യസ്ലഹു, അതെ. ഫൈദാ ദക്കർത തലബ ദക്കർത ബഅദഹു മാ യസ്ലഹു തവഖുഫുഹു, ആ ഒന്ന് തവഖുഫാവല് പറ്റും. അലൽ മത്ലൂബി, മത്ലൂബിന്റെ മേൽ തവഖുഫാകാൻ പറ്റുന്ന ഒന്നിനെ നീ പറഞ്ഞാൽ. ഉദാഹരണം, അക്രിംനി, ഉക്രിംക. മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാം ചെയ്യൽ, മുഖാത്തബ് മുത്തക്കല്ലിമ് അല്ല, മുത്തക്കല്ലിമ് അക്രിംനി ഉക്രിംക എന്ന് പറഞ്ഞുകൊടുത്ത് മത്ലൂബ് എന്താണ്? മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാം ചെയ്യലാണ് മത്ലൂബ്. ആ അക്രിമിന് ശേഷം ഉക്രിംക എന്ന് പറഞ്ഞു. ഈ ഉക്രിംക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇന്നെ ഇക്റാം ചെയ്യും. അതായത് മുത്തക്കല്ലിമ് മുഖാത്തബിനെ ഇക്റാം ചെയ്യും. അപ്പൊ മുത്തക്കല്ലിമ് മുഖാത്തബിനെ ഇക്റാം ചെയ്യൽ ഏതിന്റെ മേൽ തവഖുഫാവാൻ പറ്റും? മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇക്റാം ചെയ്യലിന്റെ മേൽ തവഖുഫാകാൻ പറ്റും. എങ്ങനെ? മുത്തക്കല്ലിമ് മുഖാത്തബിനെ ഇക്റാം ചെയ്യൽ, അതാണ് ശേഷം പറഞ്ഞത്.
അക്രിംനി ഉക്രിംക, നിന്നെ ഞാൻ ഇക്റാം ചെയ്യും. അതായത് മുത്തക്കല്ലിമ് മുഖാത്തബിന് ഇക്റാം ചെയ്യും. അപ്പൊ മുത്തക്കല്ലിമ് മുഖാത്തബിനെ ഇക്റാം ചെയ്യൽ തവക്കുഫാവൽ പറ്റും. എന്തിന്റെ മേൽ? മുഖാത്തബ് മുത്തക്കല്ലിമിനെ ഇങ്ങോട്ട് ഇക്റാം ചെയ്യലിന്റെ മേൽ. അതുപോലെ തന്നെ ലൈത്തലി മാലൻ മുൻഫിഖുഹു, എനിക്ക് മുതലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ അതിനെ ചെലവാക്കും. അപ്പൊ ചെലവാക്കൽ തവക്കുഫാകാൻ പറ്റും. എന്തിന്റെ മേൽ? മുതലുണ്ടാവലിന്റെ മേൽ. ഐനബൈത്തുക്ക അസുറുക്ക, എവിടെയാണ് നിന്റെ വീട്? ഞാൻ നിന്നെ സന്ദർശിക്കും. സിയാറത്ത്, സന്ദർശനം, ഇവന്റെ വീട് അറിയലിന്റെ മേൽ തവക്കുഫാവാൻ പറ്റും. അതുപോലെ നീ ചീത്ത പറയരുത്, എന്നാൽ നിനക്ക് ഹൈറുണ്ടാകും. ഹൈറുണ്ടാവൽ അദമുശത്തുമിന്റെ മേൽ തവക്കുഫാവാൻ പറ്റും. അങ്ങനെ അതാണ് പറഞ്ഞത്. ഫൈദാ ദക്കർത്ത തലബ, നീ തലബിനെ പറഞ്ഞു. വദക്കർത്ത, നീ പറയുകയും ചെയ്താൽ, ബഅദഹു, ആ തലബിന്റെ ശേഷം, മാ ഒന്നിനെ പറഞ്ഞാൽ, യസ്ലഹു തവക്കുഫുഹു, ആ ഒന്ന് തവക്കുഫാവല് പറ്റും, അലൽ മത്ലൂബി, മത്ലൂബിന്റെ മേൽ. എന്നാൽ ഗലബ അലല്ലന്നിൽ മുഖാത്തബി, അലാലന്നിൽ മുഖാത്തബി, മുഖാത്തബിന്റെ ലന്നിന്റെ മേൽ മികക്കും. എന്ത് മികക്കും? കൗലുൽ മത്ലൂബി മഖ്സൂദൻ, മത്ലൂബ് മഖ്സൂദാവല് മികക്കും. ലിദാലിക്കൽ മദ്കൂരി, ഈ മദ്കൂറിന് വേണ്ടിയിട്ട്, ലാലി നഫ്സിഹി, ആ മത്ലൂബിന്റെ നഫ്സിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അക്രിംനി ഉക്രിംക എന്ന് ഒരാള് മറ്റൊരാളോട് പറയുമ്പോൾ, ഈ കേൾക്കുന്ന മുഖാത്തബ് ഈ ഉക്രിംക എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് മനസ്സിലാക്കും? അവൻ അക്രിംനി ഉക്രിംക എന്ന് പറഞ്ഞത്, എന്നെ നീ ഇക്രാമ് ചെയ്യണമെന്ന് പറഞ്ഞത്, മൂപ്പര് എന്റെ ഇക്രാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്രിംനി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അക്രിംനി ഉക്രിംക, ഈ കലാമ് ഉക്രിംക എന്ന് ഈ മുത്തക്കല്ലിമ് ചൊല്ലിയത്, പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉക്രിംക എന്ന് പറഞ്ഞ അക്രിംനി ഉക്രിംക, അക്രിംനി എന്ന തലബ്, ആ തലബിയായ കലാമിനെ പറഞ്ഞത് അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉക്രിംക എന്നും കൂടി കേൾക്കുമ്പോൾ, അക്രിംനി ഉക്രിംക എന്ന് പറയുന്ന സമയത്ത് ഈ ഉക്രിംക എന്ന് മറ്റേ ഷർത്തിന്റെ മേൽ തവക്കുഫാകാൻ പറ്റുന്ന ഉക്രിംക എന്നതിനെ പറഞ്ഞപ്പോൾ മുഖാത്തബ് എന്ത് മനസ്സിലാക്കുന്നു? അവൻ ഇക്റാമിനെ ആവശ്യപ്പെട്ടത് അവൻ എന്റെ ഇക്റാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കും. മുത്തക്കല്ലിമ് ഇക്റാമിനെ ആവശ്യപ്പെട്ടത്, അതായത് അക്രിംനി എന്ന് പറഞ്ഞത്, അദ്ദേഹം എന്നെ ഇക്റാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കും. അല്ലാതെ വെറും ഇക്റാമും മാത്രമല്ല മുത്തക്കല്ലിമിന് ലക്ഷ്യം, അവൻ എന്നെ ഇക്റാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കും. അതാണ് ഷർത്തിന്റെ മാന. അപ്പോൾ ഞാൻ അവനെ ഇക്റാമ് ചെയ്താൽ അവൻ എന്നെ ഇക്റാമ് ചെയ്യും. അതാണ് അക്രിംനി ഉക്രിംക. ഞാൻ ആദ്യം അവനെ ഇക്റാമ് ചെയ്യണം, എന്നാൽ അവൻ എന്നെ ഇക്റാമ് ചെയ്യും. അപ്പൊ അവന്റെ ആവശ്യം എന്താണ്? അവൻ എന്നെ ഇക്റാമ് ചെയ്യലാണ്. അതിനൊരു ഷർത്തുണ്ട്. ഷർത്ത് എന്താണ്? ഞാൻ അവനെ ഇക്റാമ് ചെയ്യൽ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മനസ്സിലായി അല്ലേ? അക്രിംനി ഉക്രിംക എന്ന ഒരു ഉദാഹരണം ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അക്രിംനി എന്ന് പറഞ്ഞതിന് ശേഷം ഉക്രിംക എന്ന് ഈ മത്ലൂബിന്റെ മേൽ തവക്കുഫാകാൻ പറ്റുന്ന ഉക്രിംക എന്നതിനെ പറഞ്ഞപ്പോൾ മുഖാത്തബ് എന്ത് മനസ്സിലാക്കുന്നു? അവൻ അക്രിംനി എന്ന ഇക്റാമിനെ ആവശ്യപ്പെട്ടത് വെറും ഇക്റാമിന് വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മൂപ്പര് എന്നെ ഇക്റാമ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് അക്രിംനി ഉക്രിംക എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കും. അവിടെയാണ് ഷർത്തിന്റെ മാന ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ അവനെ ഇക്റാമ് ചെയ്താൽ അവൻ എന്നെ ഇക്റാമ് ചെയ്യും എന്നായി. അതുപോലെ തന്നെ നീ മറ്റുദാഹരണം, ഐന ബൈത്തുക്ക അസുർക്ക, നിന്റെ വീട് എവിടെയാണ്?
എനിക്കറിയിച്ചു തരണം. എന്നാൽ അസുറുക്ക എന്ന് പറഞ്ഞല്ലോ, നിന്നെ ഞാൻ സിയാറത്ത് ചെയ്യും. അപ്പോ അനബൈത്തുക്ക എന്ന വീടിനെ അറിയാൻ ആവശ്യപ്പെട്ടത് വീടറിയാൻ വേണ്ടിയിട്ടല്ല, പിന്നെന്തിനു വേണ്ടിയിട്ടാണ്? എന്നെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായി? സിയാറത്ത് ഏതിന്റെ മേൽ തവക്കുഫാകാൻ പറ്റുന്നതാണ്? വീട് അറിയലിന്റെ മേൽ തവക്കുഫാകാൻ പറ്റുന്നതാണ്. ഇങ്ങനെ മറ്റുള്ള ഉദാഹരണങ്ങളിലും മനസ്സിലാക്കുക കേട്ടോ. അതാണ് പറഞ്ഞത്, ഫൈദാ ദക്കറത്ത തലബ, നീ തലബിനെ പറഞ്ഞു. എന്നിട്ട് വദക്കറത്ത ബഅദഹു, അതിന്റെ ശേഷം നീ പറഞ്ഞാൽ, മാ ഒന്നിനെ പറഞ്ഞാൽ യസ്ലഹു തവക്കുഫുഹു, ആ ഒന്ന് തവക്കുഫാവാൻ പറ്റും. അലൽ മത്ലൂബി, മത്ലൂബിന്റെ മേൽ. വലബാല ലന്നിൽ മുഖാത്തബി, മുഖാത്തബിന്റെ ലന്നിന്റെ മേൽ മികക്കുന്നതാണ്. കൗനിൽ മത്ലൂബി, മത്ലൂബാവൽ മഖ്സൂദൻ, മഖ്സൂദാവൽ. ആർക്ക് മഖ്സൂദ്? മുത്തക്കല്ലിമിലും മത്ലൂബ് മഖ്സൂദാവൽ മികക്കും. ലിദാലിക്കൽ മദ്കൂരി, ഈ തലബിന്റെ ശേഷം പറഞ്ഞതിന് വേണ്ടിയിട്ട്. ലാലി നഫ്സിഹി, മത്ലൂബിന്റെ നഫ്സിന് വേണ്ടിയിട്ടല്ല. ഫയക്കൂന ഇദൻ, അവിടെ ഉണ്ടാകും മാന ഷർത്തി, ഷർത്തിന്റെ മാന ഉണ്ടാകും. അല്ല, ഫയക്കൂന ഇദൻ, അന്നേരത്ത് ആകും മാന ഷർത്തി, ഷർത്തിന്റെ മാനയാകും. ഫി തലബി, തലബിൽ. മഅ ദിക്രി ദാലിക ശൈഇ, ആ ശൈഇനെ പറയലോടുകൂടെ ലാഹിറൻ, ലാഹിറാകും. ആ ശൈഇനെ പറയലോടുകൂടെ തലബില് ഷർത്തിന്റെ മാന ലാഹിറാകും. ഇതാണ് പറഞ്ഞത്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.